18 നെറ്റ്വർക്ക്. നിങ്ങൾ കാണുന്നത് ന്യൂസ് 18 കേരളം. രണ്ടുമണി വാർത്തയിലേക്ക് നേരിട്ട്. ഹാദിയ കേസ് സുപ്രീം കോടതി പരിഗണിക്കും. 3 മണിക്ക് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെ ഹാദിയ ഹാജരാകും. ഷഫിൻ ജഹാന്റെ ഹർജിയും പരിഗണിക്കും. അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണം എന്ന അശോകന്റെ പിതാവിന്റെ ഹർജിയാണ് ആദ്യം പരിഗണിക്കുക. ഹാദിയയുടെ വാദം അടച്ചിട്ട മുറിയിൽ വേണമെന്ന് NIAയും കോടതിയിൽ ആവശ്യപ്പെട്ടേക്കുമെന്ന പുതിയ വിവരം വരുന്നുണ്ട്. ഷഫിൻ ജഹാൻ കോടതിയിൽ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ആദ്യം സതീഷ് കുമാർ ഉണ്ട്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾക്കും കോടതി നടപടിക്രമങ്ങളുടെ ഘട്ടത്തിൽ കൂടുതൽ വിശകലനങ്ങൾക്കും വിലയിരുത്തലിനും ഒക്കെയായി ഒട്ടേറെ ആളുകൾ നമ്മൾക്കൊപ്പം ചേരും. ശ്രീ ഭാർഗവറാം ഇപ്പോൾ ചർച്ചയിൽ അല്ലെങ്കിൽ ഈ ബുള്ളറ്റിനിൽ കോടതി ഇടപെടലുകൾ, കോടതി നടപടിയുടെ ഘട്ടത്തിൽ നമ്മൾക്കൊപ്പം ചേരുന്നു. മറ്റ് പ്രധാനപ്പെട്ട ആളുകളും നമ്മൾക്കൊപ്പം വൈകാതെ ചേരും. സതീഷ് കുമാർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ നിന്ന് വരികയാണ് വിവരങ്ങളുമായി. സതീഷ്, 2 മണിക്ക് ആദ്യം നേരത്തെ തന്നെ വന്നതുപോലെ അച്ഛൻ്റെ ഹർജി, ഇപ്പോൾ NIAയും അത്തരമൊരു നിലപാട് സ്വീകരിക്കുകയാണോ? അടച്ചിട്ട മുറിയിൽ വേണം വാദം കേൾക്കാൻ, തുറന്ന കോടതിയിൽ, ഓപ്പൺ കോർട്ടിലാവരുത് എന്നതാണോ NIAയുടെയും നിലപാട്? ശരത്ത്, NIAയും അതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നു. അതായത് 2 മണിക്ക് ഹാദിയയുടെ പിതാവ് അശോകന്റെ ഹർജി അപേക്ഷ പരിഗണിക്കുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് അടച്ചിട്ട മുറിയിൽ ഈ വാദം കേൾക്കണം, ഹാദിയയുടെ മൊഴി എടുക്കേണ്ടത് അടച്ചിട്ട മുറിയിലായിരിക്കണം എന്നുള്ള വാദമാണ്. ആ അപേക്ഷയാണ് ഇപ്പോൾ 2 മണിക്ക് അല്പസമയത്തിനകം കോടതി നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. നമുക്ക് കോടതിക്കുള്ളിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ER രാഗേഷ് ഓരോ സമയത്തും നൽകിക്കൊണ്ടിരിക്കും. എന്തായാലും ഇപ്പോൾ കേരള ഹൗസിൽ നിന്ന് ഹാദിയ പുറത്തേക്ക് ഇറങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. കേരള ഹൗസിൽ നിന്ന് അല്പസമയത്തിനകം, ഏതാനും മിനിറ്റുകൾക്കകം 1:30 ഇറങ്ങും എന്നായിരുന്നു നേരത്തെയുള്ള തീരുമാനം. എന്നാൽ 3 മണിക്ക് അവിടെ എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് അല്പ നിമിഷങ്ങൾക്കകം കേരള ഹൗസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിലേതുപോലെ തന്നെ കേരള ഹൗസിൽ കനത്ത സുരക്ഷയും കാവലും എല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നു. ശനിയാഴ്ച മുതൽ ഈ രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് കേരള ഹൗസിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശരത്ത് ചോദിച്ചതുപോലെ തന്നെ ഹാദിയയുടെ പിതാവ് അശോകൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അടച്ചിട്ട മുറിയിൽ തന്നെ മൊഴിയെടുക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ NIAയും ഉന്നയിച്ചിരിക്കുന്നത്. NIA വിശദമായ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളിലെ വിവരങ്ങൾ, ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം തുടങ്ങിയവയെല്ലാം വളരെ നിർണായകമാകും. കാരണം ഹാദിയയുടെ ഇപ്പോഴത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് NIA നൽകിയ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് മാനസികാവസ്ഥ, അതായത് ഹാദിയയുടെ അച്ഛൻ പറയുന്നത് പോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല, ദുർബലമായ മാനസികാവസ്ഥയിലാണ് ഹാദിയ ഉള്ളത് എന്ന വിവരമാണ് ഈ NIA റിപ്പോർട്ടിലുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും 3 മണിക്ക് ഹാദിയ നേരിട്ട് ചീഫ് ജസ്റ്റിസിന്റെ മുന്നിലെത്തി നൽകുന്ന മൊഴി തന്നെയായിരിക്കും ഈ കേസിൽ നിർണായകം. അതിനുശേഷം കോടതി എന്ത് നടപടികൾ എടുക്കും എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം സതീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 3 മണിക്ക് കോടതിയിലെത്തി ഹാദിയ പറയുന്നത് തന്നെയാണ് നിർണായകമാവുക, വളരെ പ്രാധാന്യമുള്ളതും. പക്ഷേ ഇതിനോടകം തന്നെ NIAയുടെ നിലപാടും അശോകൻ ഉന്നയിക്കുന്ന വാദവും മാനസിക നില തകരാറിലാണ്, വളരെ വലിയ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയായിരിക്കുന്നു ഹാദിയ എന്ന നിലയിലുള്ളൊരു വാദം ഇതിനു മുമ്പ് തന്നെ കോടതിയുടെ മുമ്പിലേക്ക്, ഇതേ സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് തന്നെ ഉന്നയിക്കുകയാണ്. അടച്ചിട്ട കോടതിയിൽ വേണം വാദം കേൾക്കാൻ എന്ന് പറയുന്ന സാഹചര്യത്തിൽ NIAയും അച്ഛൻ്റെ ഹർജിയും ഒന്നിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അല്ലെങ്കിൽ അച്ഛൻ പിതാവ് ഉന്നയിക്കുന്ന ഹർജിയിലെ വാദത്തെ NIA പിന്തുണയ്ക്കുന്നു. തുടർന്ന് 3 മണിക്ക് ഹാദിയ കോടതിയിലേക്ക് എത്തുന്നു. ഈ ആരോപണങ്ങൾ കൂടി ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കും കോടതി സ്വാഭാവികമായും ഹാദിയയുടെ മനസ്സറിയാൻ, നിലപാടറിയാൻ ശ്രമിക്കുക എന്നല്ലേ? ശരത്ത്, ഇപ്പോൾ ഒടുവിൽ ഏറ്റവും പുതിയ വാർത്ത നമുക്ക് ലഭിക്കുന്നത് 2:15 ഇവിടെ നിന്ന് ഹാദിയ സുപ്രീം കോടതിയിലേക്ക് പുറപ്പെടും. 2:15 എന്ന സ്ഥലം തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഡൽഹി പോലീസിന്റെയും അതുപോലെ കേരള പോലീസിന്റെയും എല്ലാ ഉദ്യോഗസ്ഥരും എത്തിയിരിക്കുന്നു. ഇനി ശരത് ചോദിച്ചതുപോലെ തന്നെ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണം എന്ന് ഹാദിയയുടെ പിതാവ് അശോകനും അതുപോലെ തന്നെ NIAയും ഒരേപോലെ ആവശ്യപ്പെടുമ്പോൾ അതിലാദ്യം കോടതി എന്ത് തീരുമാനമെടുക്കും എന്നതാണ് അറിയേണ്ടത്. കാരണം 3 മണിക്ക് ഹാദിയ സുപ്രീം കോടതിയിൽ എത്തുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. അടച്ചിട്ട കോടതി മുറിയിൽ വെച്ച് തന്നെ കേസ് വാദം കേൾക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും മാധ്യമങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യുന്ന തടസ്സങ്ങളുണ്ടാകും. ഒരുപക്ഷെ അടച്ചിട്ട മുറിയിൽ വെച്ച് വാദം കേൾക്കാൻ കഴിയില്ല എന്ന് കോടതി അറിയിച്ചാൽ പോലും, 2 മണിക്ക് ഇപ്പോൾ വാദം കേൾക്കലിനിടെ അറിയിച്ചാൽ പോലും
നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മാധ്യമങ്ങളോട് ഇത് റിപ്പോർട്ട് ചെയ്യരുത്. കാരണം വളരെയേറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു കേസാണിത്. അതുകൊണ്ട് മാധ്യമങ്ങളോട് ഈ കോടതിയിലെ വിചാരണ നടപടികൾ റിപ്പോർട്ട് ചെയ്യരുത് എന്ന ഒരാവശ്യം ഉന്നയിക്കാനും സാധ്യതയുണ്ട്. അശോകന്റെ അഭിഭാഷകർ അത്തരത്തിലുള്ള ഒരു വാദം ഉന്നയിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത്തരത്തിലുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം അഭിഭാഷകർ നൽകിയിരുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്ന് ഈ NIA പറയുന്നത് പോലെയും അതുപോലെ തന്നെ ഹാദിയുടെ പിതാവ് അശോകൻ പറയുന്നത് പോലെയും മാനസിക നില ദുർബലമാണ് എന്ന ഒരു വാദം ഉന്നയിച്ചാൽ തന്നെ അത് തെളിയിക്കണമെങ്കിൽ എന്ത് നടപടികളിലേക്ക് നീങ്ങണം എന്നതടക്കമുള്ള വളരെ വളരെ സങ്കീർണമായ ചില നടപടിക്രമങ്ങൾ കൂടി കോടതിക്ക് കടന്നു പോകേണ്ടി വരും. കാരണം ഒരു വ്യക്തിയുടെ മാനസിക തകരാറിലാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ എന്താണ് മാർഗനിർദ്ദേശം, അതിനുള്ള നടപടിക്രമങ്ങൾ എന്തായിരിക്കണം, മെഡിക്കൽ ബോർഡിനെ നിയോഗിക്കണമോ എന്നതടക്കമുള്ള അത്തരത്തിൽ പലതരത്തിലുള്ള നിയമ തടസ്സങ്ങളും നിയമ പ്രത്യാഘാതങ്ങളും കേവലം ഒരു വിവാഹത്തിന് സാധുത ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു മതപരിവർത്തനത്തിന്റെ കേസ് എന്ന് മതപരിവർത്തനം നിർബന്ധമാണോ അതോ സ്വമേധയാണോ എന്ന ഒരു വാദങ്ങളെക്കാൾ ഉപരിയായി വളരെ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക സങ്കീർണതകൾ കൂടി ഈ കേസിൽ വന്നു ചേരുകയാണ്. സതീഷ് ഇപ്പോൾ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം, 2:15 ഹാദിയ കോടതിയിലേക്ക് എത്താൻ വേണ്ടി തയ്യാറായി കേരള ഹൗസിൽ നിന്ന് ഇറങ്ങും എന്നല്ലേ. 2 ഇപ്പോൾ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന വാദം അച്ഛൻ അശോകന്റെ ഹർജിയിൽ ഉണ്ടാവുക, NIA അതിനെ പിന്തുണയ്ക്കുക, ഷെഫിൻ ജഹാൻ സ്വാഭാവികമായും അതിനെ എതിർക്കാനുള്ള സാധ്യതയല്ലേ കോടതിയിലുള്ളത്. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ കോടതി എതിരായാൽ ഒരു കണ്ടീഷൻ വെക്കാം, മാധ്യമങ്ങൾ തത്സമയം വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്നതുപോലെയുള്ള ഒരു കണ്ടീഷനെങ്കിലും കോടതിയിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ അവർ ശ്രമിച്ചേക്കാം എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണോ? തീർച്ചയായും ശരത്, അത് തന്നെയാണ്. കാരണം അടച്ചിട്ട മുറിയിൽ വെച്ച് വാദം കേൾക്കണം എന്നുള്ള ആവശ്യം ഇതിനു മുൻപ് പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. അന്നൊന്നും കോടതി അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ഹാദിയയുടെ പിതാവ് അശോകന്റെ അഭിഭാഷകർക്ക് അത്ര പ്രതീക്ഷയില്ല ഇത് അടച്ചിട്ട മുറിയിൽ കേൾക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. അത്തരത്തിലുള്ള ആ വാദം കോടതി തള്ളുകയാണെങ്കിൽ, ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അടങ്ങിയ ബെഞ്ച് തള്ളുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് മുന്നിലുള്ള സാധ്യത അല്ലെങ്കിൽ അവർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു നീക്കം അവർ ഉദ്ദേശിക്കുന്നത് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യരുത്, വിചാരണ നടപടികൾ റിപ്പോർട്ട് ചെയ്യരുത് എന്നുള്ള ഈ ബന്ധപ്പെട്ട അഭിഭാഷകർ മാത്രമുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തടയണം എന്ന ഒരാവശ്യം അവർ ഉന്നയിക്കും. NIA ഭാഗം കൂടി പിന്തുണയ്ക്കുന്നത് അവർക്ക് കുറച്ചുകൂടി പ്രതീക്ഷ നൽകുന്നുണ്ടാവില്ലേ? തീർച്ചയായും ശരത്, NIAയും ഇപ്പോൾ ഹാദിയയുടെ പിതാവ് അശോകന്റെ വാദത്തോട് ചേർന്ന് നിൽക്കുന്ന വാദമുഖങ്ങൾ തന്നെയാണ് നിരത്തുന്നത്. അതുകൊണ്ട് തന്നെ അശോകന്റെ അഭിഭാഷകർ ഇപ്പോഴും ഇത് തുറന്ന കോടതിയിൽ പൂർണ്ണമായി എല്ലാ മാധ്യമങ്ങൾക്കും റിപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്നൊരു പ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ട്. എന്നാൽ സാധാരണ രീതിയിൽ ഒരു തുറന്ന കോടതിയിൽ വാദം കേൾക്കാം എന്ന ഒരു നിലയിലേക്ക് സുപ്രീം കോടതി എത്തുകയാണെങ്കിൽ തീർച്ചയായും 3 മണിക്ക് ഹാദിയ കോടതിയിലെത്തുമ്പോൾ ഹാദിയ പറയുന്ന വിവരങ്ങൾ അത് വളരെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കൊച്ചിയിൽ വെച്ച് കേട്ടതാണ്, കൃത്യമായി 3 കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഹാദിയയാണ് നമ്മൾ കേട്ടത്. അത് ആരും തന്നെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയിട്ടില്ല. രണ്ടാമത്തേത് തനിക്ക് നീതി ലഭിക്കണം. മൂന്നാമത്തേത് ഷെഫിൻ ജഹാനൊപ്പം തന്റെ വിവാഹം കഴിച്ച തന്റെ ഭർത്താവായ ഷെഫിൻ ജഹാനൊപ്പം പോകാനുള്ള അനുമതി നൽകണം. ഈ 3 ആവശ്യങ്ങൾ എന്തായാലും വീണ്ടും ഇന്ന് 3 മണിക്ക് കോടതിയിലെത്തുമ്പോൾ ഹാദിയ ആവർത്തിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി സതീഷ്, കേരള ഹൗസിൽ നിന്നും സതീഷാണ് വിവരങ്ങൾ നൽകിയത്. കോടതി നടപടികൾ ആരംഭിച്ചു എന്ന സുപ്രധാന വിവരം കൂടി നമ്മൾക്കൊപ്പം നമ്മളുടെ മുൻപിലേക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ അതാത് നിലയ്ക്ക് വരേണ്ടതായുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഈ മണിക്കൂറിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുന്നത് എന്ത് എന്നാണ് ഇപ്പോൾ സതീഷ് കുമാർ വളരെ വിശദമായി തന്നെ സമഗ്രമായി നൽകിയ ഈ റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുള്ളത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ശ്രീ ഭാർഗവറാം സ്റ്റുഡിയോയിലുണ്ട്, മറ്റുള്ളവരിലേക്കും വരാം. ശ്രീ ഭാർഗവറാം, ഏതായാലും ഇതിൽ ഇക്കാര്യത്തിൽ അടച്ചിട്ട മുറിയിൽ കോടതിയിൽ ആണോ ഈ കേസ് കേൾക്കേണ്ടത് എന്നതൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. എങ്കിൽ പോലും നിങ്ങളുടെ ഒരു പ്രതീക്ഷ ഇക്കാര്യത്തിൽ എന്താണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ NIA കൂടി സുരക്ഷാ കാരണം ചൂണ്ടിക്കാട്ടി അച്ഛൻ്റെ ആവശ്യത്തിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു വിവരമാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പ്രതീക്ഷകളല്ല ഇതിൽ പ്രധാനമെന്ന് അറിയാമെങ്കിലും ഭാർഗവറാം വിചാരിക്കുന്നത് എന്താണ്? അടച്ചിട്ട മുറിയിൽ സുരക്ഷാ കാരണങ്ങൾ ഇതെല്ലാം കോടതി പരിഗണിക്കുക. മുൻപ് അത്തരം ആവശ്യങ്ങൾ അംഗീകരിച്ചിരുന്നില്ല എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. എങ്കിലും ഭാർഗവറാമിൻ്റെ ഈ കാര്യത്തിൽ ഇപ്പോൾ വരാൻ പോകുന്ന കോടതിക്ക് മുമ്പിൽ വരാൻ പോകുന്ന ഹർജിയെക്കുറിച്ച് ആ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ടും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ മൊഴി കേൾക്കണമെന്ന് പറയുന്നത്. വെളിയിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രയാസമുള്ള ചില കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ കുട്ടി മാനസികമായിട്ട് ഹൈജാക്ക് ചെയ്യപ്പെട്ടത് എന്നത് സംബന്ധിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള ചില ബന്ധങ്ങളുടെ കാര്യങ്ങൾ, അത് കൂടുതലായിട്ടും പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി കഴിയുക, അതിൻ്റെ എല്ലാ അന്തർനാടകങ്ങളും വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിയുക
ഒരു ക്ലോസ് ഡോർ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത് പരസ്യമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതിനും ഒരു വാദപ്രതിവാദത്തിനുമുള്ള സാഹചര്യം തുറന്ന കോടതിയിൽ സാധാരണയായിട്ട് കുറവാണ്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ അശോകൻ്റെ അഭിഭാഷകന് നിശ്ചയമുണ്ട്. NIAയും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇത് രണ്ട് സാഹചര്യങ്ങളും ഒത്തുപോകുന്നതാണോ? കാരണം അച്ഛൻ എന്ന നിലയിൽ അശോകന് ആ ഒരു താല്പര്യക്കുറവ് ഉണ്ടാകാം തുറന്ന കോടതിയിൽ ഇതെല്ലാം വെളിപ്പെടുത്തുന്നതിൽ, അങ്ങനെ ഒരു ഹർജി കൊടുക്കുന്നതും മനസ്സിലാക്കാം. പക്ഷേ NIAക്ക് അത്തരമൊരു നിലപാട് കാര്യത്തിൽ എടുക്കാനാവാതെ വരികയും NIA പറയുന്നു സുരക്ഷാ കാരണങ്ങളാണ് എന്ന് പറയുന്ന നിലയിൽ എന്ത് സുരക്ഷാ പ്രശ്നമാണ് ഈ കേസ് രാജ്യമാകെ ശ്രദ്ധിക്കുന്ന ഒരു കേസിൽ NIA പോലെ ഒരു പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി ഇതിൽ സുരക്ഷാ കാരണങ്ങളാൽ തുറന്ന കോടതിയിൽ കേൾക്കാൻ പാടില്ല എന്ന് NIA പറഞ്ഞാൽ എന്തോ ചില താല്പര്യങ്ങളാണ് എന്ന് പ്രകടമല്ലേ? അങ്ങനെയല്ല. ഈ വിഷയത്തിൽ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇത്രയും സെക്യൂരിറ്റിയുള്ള കേരള ഹൗസിലെ ആ കേരള ഹൗസിൽ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടർ അവിടെ കടന്നു ചെല്ലുകയാണ് അനായാസമായിട്ട്. എന്തുദ്ദേശവുമായിട്ടാണ് ചെന്ന് മറ്റാരും കാണിക്കാത്ത ഈ സാഹസ പ്രവൃത്തി കാണിക്കാൻ വേണ്ടിയിട്ട് മാധ്യമത്തിൻ്റെ പ്രവർത്തകനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? കേവലമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം മാത്രമായിരുന്നു അത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇത്തരത്തിൽ വളരെ വ്യക്തമായിട്ടും ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ടും മാധ്യമം എന്ന പത്രത്തിന്റെ പ്രവർത്തകൻ അവിടെ കയറി ചെല്ലുന്നത് എന്തുദ്ദേശത്തിലാണ് എന്നുള്ളത് നമുക്ക് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ പേരിലും ഉത്തരവാദിത്വത്തിലുമാണ് ആ മാധ്യമ പ്രവർത്തകൻ കടന്നു ചെന്നെങ്കിൽ അതൊരു സുരക്ഷാ പ്രശ്നമല്ല, അതൊരു ഉത്തരവാദിത്വത്തിന്റെയാണ്. അത് സുരക്ഷാ പ്രശ്നം തന്നെയാണ്. ആർക്കും പ്രവേശനം ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് ഒരാൾ കടന്നു ചെല്ലുന്നത് സുരക്ഷാ പ്രശ്നം തന്നെയാണ്. ആർക്കും തടയാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഒരാൾ കടന്നു ചെല്ലുന്നത് സുരക്ഷാ പ്രശ്നം തന്നെയാണ്. ഇതിനു മുൻപ് തന്നെ കേരളത്തിലെയും ഇതര ഇടങ്ങളിലെയും ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും ഇതരായിട്ടുള്ള സാംസ്കാരിക നായകന്മാരെയും കൈവശം വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അനുകൂലമായിട്ടുള്ള വനിതാ കമ്മീഷൻ അധ്യക്ഷയെ വീട്ടിലേക്ക് കയറ്റാത്തവർക്ക് ഈ പറയുന്ന ന്യായത്തിന് എന്തെങ്കിലും ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും സംസ്ഥാന വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷനെ അധ്യക്ഷയെ കയറ്റുകയും സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയെ വീട്ടിലേക്ക് കയറ്റാതിരിക്കുകയും ചെയ്ത ആളുകൾക്ക് ഈ പറയുന്നത് ഒരു ന്യായമല്ല. ഇതൊരു സാമാന്യ യുക്തിയുടെ മാത്രം കാര്യമാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ഓൾറെഡി ആ വിഷയത്തിൽ ആരുടെയെങ്കിലും മൊഴി എടുത്തിട്ടല്ല കക്ഷി തരാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോയത്. ഇവിടെ സംസ്ഥാന വനിതാ കമ്മീഷൻ ആദ്യമായിട്ട് കോടതിയിൽ പോവുകയും അതിൽ പിന്നീട് കോടതിയിലേക്കാണ് പോയത്. അല്ല, ആദ്യമായിട്ട് കോടതിയിൽ പോവുകയും ബന്ധപ്പെട്ട ഒരു വനിതാ കമ്മീഷൻ പോലെയുള്ള ഒരു കമ്മീഷന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിലനിൽപ്പ് എവിടെയാണ് ഇരിക്കുന്നത്? രണ്ടു വശത്തെയും കേൾക്കുക എന്നുള്ളതിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടു വശത്തെയും കേൾക്കുക. ഒരു കോടതി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു സമാന്തര കോടതി ആവേണ്ട കാര്യമില്ല. പക്ഷെ കോടതിയിൽ പോകാം, കക്ഷി ചേരാം. അങ്ങനെയല്ല. വനിതാ കമ്മീഷൻ എന്നുള്ള ഒരു കമ്മീഷൻ അതിന്റെ അഭിപ്രായം സ്വരൂപിക്കുന്നത് എങ്ങനെയാണ്? ഏത് ഭാഗത്താണ് ന്യായം, ഏത് ഭാഗത്താണ് അന്യായം, ഏത് കാര്യമാണ് ഞാൻ കോടതിയിൽ പറയേണ്ടത് എന്നുള്ള അഭിപ്രായം സ്വരൂപിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടു പക്ഷത്തെയും കേട്ടുകൊണ്ടാണ്. ഇത് കേൾക്കാതെ ആരുടെയെങ്കിലും പിണിയാളായിട്ട് ആരുടെയെങ്കിലും നാക്കായിട്ട് വനിതാ കമ്മീഷൻ മാറിക്കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ചെല്ലുന്നു, അതിന് അനുകൂലമായിട്ടുള്ള അഫിഡവിറ്റ് കൊടുക്കുന്നു, അതിനുശേഷം വീണ്ടും ഇവിടെ ആരുടെയൊക്കെ ആളായിട്ട് കയറി കാണാൻ വേണ്ടി പോകുന്നു. അത് സമാനമായ നിലയിൽ അടക്കമുള്ള ആ വീട്ടിലേക്ക് കയറുവാനുള്ള പരിശ്രമങ്ങൾ ഇനി നടക്കില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഒഫീഷ്യൽ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വന്നത്. ആനി രാജ പോയാലും ഇതുപോലെ. ഇത് എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? എന്തുകൊണ്ട് ഇതിന്റെ തുടക്കത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തില്ല? ഈ തുടക്കത്തിൽ ചെയ്യാതെ വനിതാ കമ്മീഷൻ വളരെ ജസ്റ്റായിട്ട് വളരെ സത്യസന്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വനിതാ കമ്മീഷൻ ആദ്യം തന്നെ നേരിട്ട് ഈ വീടുകളിൽ പോകുമായിരുന്നു. വേണമെങ്കിൽ ഷെഫിൻ ജഹാനെയും കേൾക്കാമായിരുന്നു, അശോകനെ കേൾക്കാമായിരുന്നു, അഖിലയെ കേൾക്കാമായിരുന്നു. ഇതൊന്നും കേൾക്കാതെ ഏകപക്ഷീയമായിട്ട് കാള പറ്റുമെന്ന മട്ടിൽ കയറെടുക്കുന്ന വനിതാ കമ്മീഷൻ ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വനിതാ കമ്മീഷനാണ്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വനിതാ കമ്മീഷൻ പക്ഷം ചേർന്നു എന്ന് പറയുമ്പോൾ ഭാർഗവ ഒന്ന് കേൾക്കൂ. ഇപ്പോൾ ശ്രീ നസറുദ്ദീൻ ചേന്ദമംഗലൂർ നിരീക്ഷകൻ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നൂറുൽ അമീനും കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ഭാർഗവ ഒരൊറ്റ ചെറിയ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഇക്കാര്യത്തിൽ വനിതാ കമ്മീഷൻ പക്ഷം ചേർന്നു എന്ന് പറയുമ്പോൾ NIAയും പക്ഷം ചേർന്നു എന്ന് വേറെ ചില ആളുകൾക്ക് തോന്നാം. അങ്ങനെയുണ്ടോ? ഇല്ലില്ല.
NIA പക്ഷേ NIAയുടെ റിപ്പോർട്ട് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് എതിരെയുള്ളതാണ്. NIAയുടെ റിപ്പോർട്ട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ ഒറ്റ വിഷയത്തിൽ മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ വലിയ സുരക്ഷാ കാരണമുണ്ട് എന്ന് പറഞ്ഞ് അച്ഛൻ പറയുന്നത് പോലെ അടച്ചിട്ട മുറിയിൽ വേണം എന്ന് NIA പറയുന്നത് ഒരു കക്ഷി ചേരലാണോ? അല്ല, ഞാൻ പറഞ്ഞോട്ടെ. NIA അന്വേഷിക്കുന്നത് സമഗ്രമായിട്ടുള്ള വിഷയത്തെയാണ്. എസ്പെഷ്യലി ഈ കേസ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസിന്റെ മെറിറ്റ് കൂടെ അവർ പരിഗണിക്കുന്നു എന്നുള്ള സത്യമാണ്. NIA കാണുന്നത് ഒരു അശോകനെയും ഷെഫിൻ ജഹാനെയും ഈ അഖിലയെയും മാത്രമല്ല, ഈ ഇതുവരെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇത്തരത്തിൽ ഏതൊക്കെ കാര്യങ്ങളിൽ ഇവരെ പിന്താങ്ങുന്ന സംഘടനാ സംവിധാനം ഇൻവോൾവ് ആയിട്ടുണ്ടോ, അവരുടെ പൂർവ്വചരിത്രം എന്താണ്, അവരുടെ സംഘടനാ ശേഷി എന്താണ്, അവരാരൊക്കെയാണ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്, അവർ സുരക്ഷാപരമായിട്ടുള്ള വീഴ്ച ഉണ്ടാക്കാനുള്ള ശേഷിയുള്ളവരാണോ, ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് NIA ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇത് മിനിഞ്ഞാന്ന് തയ്യാറാക്കുന്ന റിപ്പോർട്ടല്ല. ഈ NDA ഗവൺമെന്റ് വരുന്നതിന് മുൻപേയും ഈ NIAയും സമാന്തരമായിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളും ഒക്കെ സമാനമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് കേരള പോലീസ് ഈ സംഘടനകളെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൂടെ പരിശോധിച്ചിട്ടാണ്. അപ്പോൾ ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും പക്ഷത്ത് ചേരുന്നു എന്ന് ആരോപിച്ചിട്ട് പിന്മാറാൻ വേണ്ടി പറ്റത്തില്ല. ഇത് കൃത്യമായിട്ടും സുരക്ഷാ പ്രശ്നം ഉള്ളത് തന്നെയാണെന്ന് സാമാന്യമായിട്ട് എല്ലാവർക്കും. ഞാൻ ശ്രീ ഭാർഗവറാം പറഞ്ഞു നിർത്തിയെടുത്ത ശ്രീ നൂറുൽ അമീനിലേക്കും നസറുദ്ദീൻ ചന്ദമംഗലൂരിലേക്കും. ശ്രീ അമീൻ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, ഈ കേരളത്തിൽ നടക്കുന്നതെല്ലാം ലവ് ജിഹാദാണ്, അത്തരം കേസുകൾ, അത്തരം ആരോപണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ IBയുടെയും റോയുടെയും റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാരിലേക്ക് പോയി. ആ സൂചനയിലാണ് ശ്രീ ഭാർഗവറാമും അവസാനം ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയത്. ഏതായാലും സുപ്രീം കോടതിയിലേക്ക് ഈ കാര്യം പോകുമ്പോൾ നിങ്ങളെല്ലാം ഒരു ഹേബിയസ് കോർപ്പസ് എന്ന നിലയിൽ ഈ നിയമ പ്രശ്നത്തെ വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ അഭിപ്രായം എന്ത്, അതിനനുസരിച്ച് അവരെ വിടുക എന്ന നിലപാടിൽ നിൽക്കുമ്പോൾ അതിനപ്പുറമുള്ള ഗൗരവമായ താല്പര്യങ്ങൾ ഇതിനകത്തുണ്ട്. ചില സംഘം ചേരലുകളുണ്ട്, ചില സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പാക്കിയെടുക്കൽ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതുമൊക്കെ വളരെ ഗൗരവമായി കോടതിക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഹൈക്കോടതിയിലെ പോലെ തന്നെ സുപ്രീം കോടതിയിലും നീക്കം. അത് വ്യക്തം. അതാണ് പിതാവ് അശോകൻ്റെ പുതിയ ഹർജി, അതിനെ പിന്തുണയ്ക്കുന്ന മട്ടിലുള്ള NIAയുടെ നിലപാട്, അടച്ചിട്ട മുറി തന്നെ വേണം എന്ന നിലപാട്. കാര്യങ്ങൾ വ്യക്തമാണ്. വളരെ ഗൗരവമായി തന്നെ ഇതിനു പിന്നിൽ ആസൂത്രിതമായ കലാപരിപാടി നടന്നിട്ടുണ്ട്. അതേതെങ്കിലും ഒരു സ്വാഭാവികമായ മതം മാറ്റത്തിനും അപ്പുറമുള്ള ഗൗരവതലമുണ്ട്. അതാണ് സുപ്രീം കോടതിയിലേക്ക് ഇവരൊക്കെ കൊണ്ടുവരാൻ പോകുന്നത്. നൂറുൽ അമീൻ. ശ്രീ ഭാർഗവറാമോ BJPയുടെയും RSSന്റെയും ഒരു പ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് അങ്ങനെയൊക്കെ കാര്യങ്ങളെ അവതരിപ്പിക്കൽ. NIA പക്ഷം ചേരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ രോഹിണി സാലിയൻ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ ചാർജ് ഒഴിവാക്കി അവിടുന്ന് അവര് ഇറങ്ങിപ്പോരേണ്ടി വന്നു എന്നത് ശ്രീ ഭാർഗവറാമിന് അറിയാത്തതൊന്നുമല്ല. NIA കൃത്യമായി ആവശ്യപ്പെടുകയാണ് ഈ കുട്ടിയെ കേൾക്കരുത്. ദീർഘകാലം അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് കേൾക്കരുത് എന്നാണ്. ഇത്രയും നീചമായ, ലോകത്തിന് മുമ്പിൽ പറയാൻ പോലും നാണമില്ലാത്ത രീതിയിൽ ഒരു കക്ഷിയായിട്ട് വരുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഹാദിയയാണ്. ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ കേൾക്കാൻ പാടില്ല എന്നും ഇനി കേൾക്കാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അത് ജനങ്ങൾ കേൾക്കാൻ പാടില്ല എന്നും പറയുന്നിടത്ത് തന്നെ ഇവരുടെ കാപട്യം വളരെ വ്യക്തമല്ലേ? ഉടൻ വരാം. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് സതീഷ് കുമാർ വീണ്ടും ചേരുകയാണ്, കേരള ഹൗസിൽ നിന്ന്. സതീഷ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2:15 തന്നെ ഹാദിയ കോടതിയിലേക്ക് പോവുകയാണോ? വാഹനങ്ങൾ നീങ്ങി തുടങ്ങും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വെള്ള അംബാസിഡർ കാറിൽ 47 DL1CJ 4337 എന്ന വെള്ള അംബാസിഡർ കാറിൽ, ബുള്ളറ്റ് പ്രൂഫ് കാറിലാണ് ഇപ്പോൾ ഹാദിയ കേരള ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ. ആ വാഹന വ്യൂഹം, സുരക്ഷാ പോലീസിന്റെ വാഹനങ്ങൾ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതുപോലെ ഈ കേരള ഹൗസിന്റെ പുറകിലത്തെ ഗേറ്റിലൂടെയായിരിക്കും ഹാദിയെ കൊണ്ടുപോകുക എന്നതായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പ്രധാന കവാടത്തിലൂടെ തന്നെ ഇപ്പോൾ ഹാദിയെ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. വെള്ള അംബാസിഡർ കാറിലാണ് ഹാദിയെ കൊണ്ടുപോയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ അത് ബുള്ളറ്റ് പ്രൂഫ് കാറാണ്. അത്രയേറെ സുരക്ഷാ സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഹാദിയെ ഇവിടെ നിന്ന് സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അല്പസമയത്തിനകം 3 മണിക്കാണ് ഹാദിയോട് സുപ്രീം കോടതിയിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 മണിക്ക് സുപ്രീം കോടതിയിൽ എത്തിയതിനു ശേഷം ഹാദിയ എന്ത് പറയും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വളരെ ശ്രദ്ധേയമാവുന്നത്. എന്തായാലും 2:15 ഇവിടെ നിന്ന് ഇറങ്ങുകയും 15 മിനിറ്റിനുള്ളിൽ ഇത് സുപ്രീം കോടതിയിൽ ഹാദിയ എത്തിച്ചേരുകയും ചെയ്യും.
അതിനിടയിൽ ഇപ്പോൾ കേസ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ഹാദിയയുടെ പിതാവ് അശോകന്റെ അപേക്ഷ കോടതി പരിഗണിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. ശരി സതീഷ്, ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരവും ദൃശ്യവുമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയത്. 2:15 തന്നെ ഹാദിയ കേരള ഹൗസിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് വെള്ള അംബാസഡർ കാറിൽ. നേരത്തെ സതീഷ് സൂചിപ്പിച്ചതുപോലെ വലിയ സുരക്ഷാ വലയത്തിന് നടുവിലൂടെ 15 മിനിറ്റ് യാത്രയാണ് സുപ്രീം കോടതിയിലേക്ക് ഉള്ളത് കേരള ഹൗസിൽ നിന്നും. അപ്പോൾ 3 മണിയോടുകൂടി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഹർജിയും നിലപാടും അതിന്മേലുള്ള തീരുമാനങ്ങളും ഒക്കെ അതിനുള്ളിലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ശ്രീ നൂറുൽ അമീൻ, താങ്കൾ പറഞ്ഞു വന്നതൊന്ന് പൂർത്തിയാക്കാം. അതായത് NIA കുറിച്ചാണ്. NIA മുൻപ് പറഞ്ഞത് ഹാദിയെ കേൾക്കാനേ പാടില്ല എന്ന നിലപാടായിരുന്നുവെന്നും ഇപ്പോൾ അങ്ങനെ കേൾക്കുന്നൊരു ഘട്ടം വന്നപ്പോൾ പുതിയൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അച്ഛൻ്റെ ഹർജിയെ പിന്തുണയ്ക്കുന്നു എന്നുമല്ലേ പറഞ്ഞു വന്നത്? പൂർത്തിയാക്കാം പറഞ്ഞത്. അതെ, ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ NIA പറയുണ്ടായി. ഇൻ കേസ് അവരുടെ ആ മൊഴി പരസ്യമായിട്ടാണ് സ്വീകരിക്കപ്പെടുന്നതെങ്കിലും രഹസ്യമായിട്ടാണ് സ്വീകരിക്കപ്പെടുന്നതെങ്കിലും ആ മൊഴി പരിഗണിക്കരുത് എന്നും, ഈ ഹാദിയ എന്ന് പറയുന്ന വ്യക്തിക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ളതായിട്ട് NIA ഇന്ന് വാദം ഉന്നയിക്കാൻ പോകുന്നു. അശോകനോ ഇതേ വാദം ഉന്നയിക്കാൻ പോകുന്നു. ഇവര് മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരെ ചികിത്സിച്ചതിന്റെ ഒരു തെളിവും ഇതുവരെയും ആരും എവിടെയും പറഞ്ഞില്ല. ഇവരിങ്ങനെ ഒരു ഹർജി അവിടെ കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ആ ഹർജിയിലും അങ്ങനെ ഈ കുട്ടിക്ക് മാനസിക അസ്വസ്ഥതയുള്ളതായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കുട്ടിയെ ട്രീറ്റ്മെന്റ് ചെയ്തതിൻ്റെതായ ഒരു രേഖയും ഇവരുടെ പക്കലില്ല. അവരിപ്പോൾ പ്രതീക്ഷിക്കാം. ഇന്നൊരു പത്രത്തിൽ വായിച്ച ഒരു വാർത്തയിൽ അശോകന്റെ കുടുംബത്തിൽ സമാനമായ അവസ്ഥയിൽപ്പെട്ടതും ചികിത്സ തേടുന്നതുമായ 2 ബന്ധുക്കളുടെ വിവരം ഞാൻ ഇന്നൊരു പത്രത്തിൽ വായിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് കോടതിയിൽ അതൊക്കെ പ്രതീക്ഷിക്കാം. അതെ, തീർച്ചയായിട്ടും അത് അവരുടെ കുടുംബത്തിലുണ്ട് എന്ന് വെച്ച് ഹാദിയക്കുണ്ട് എന്നതിന്റെ തെളിവുകൾ ഹാദിയക്കുണ്ട് എന്നതിന് ഇതുവരെ അവർ സമർപ്പിച്ചില്ലല്ലോ. ഇന്ന് അവർ കൊണ്ടുവരുന്നു. കാരണം കേരളത്തിൽ നിന്ന് പുറത്ത് ഒരു അവസരം കിട്ടിയപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഇവരുടെ എല്ലാ തരം വാദങ്ങളുടെയും അടിമുടി അത് പൊളിച്ചിരിക്കുകയാണ്. അങ്ങനെ പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ നാണം കെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരം വാദങ്ങളായിട്ട് വരുന്നത്. നാണം കെട്ടും ഭാർഗവറാം, അങ്ങനെ ഒരു വാദം അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ സ്വന്തം മകൾക്കെതിരെ ഈ നിലയിലെ പിടിവാശിയുടെ പേരിൽ ഒരു കടുത്ത നിലപാട് ആ കുട്ടി എടുക്കുന്നതിന്റെ പേരിൽ ആ കുട്ടി സ്വന്തം അച്ഛനും അദ്ദേഹത്തിന്റെ ഹർജിയിലൂടെ പറയുകയാണ്, തനി മലയാളത്തിൽ പറഞ്ഞാൽ ഇവൾക്ക് വട്ടാണ് എന്ന് പറയുന്നതിന് തുല്യമായ ഒരു അച്ഛൻ കോടതിയിൽ പോയി പറയാൻ പോവുകയാണ്. മാത്രമല്ല എൻ്റെ കുടുംബത്ത് വേറെയും ഉണ്ട് ഇതുപോലെ എന്ന മട്ടിൽ നാണം കെട്ട് എന്ന് നൂറുൽ അമീൻ പറഞ്ഞതുപോലെ ഒരു കേസ് പൊക്കിക്കൊണ്ടുവരുന്നുണ്ടോ? വളരെ വ്യക്തമല്ലേ ജി, ഈ നൂറുൽ അമീൻ എത്രയും ആവേശം കാണിച്ച് പറയുന്നതിൽ നിന്ന് നാണം കെട്ടു എന്നൊക്കെ പറയാൻ, അപ്പോൾ ഇതിൻ്റെ ഒരു വക്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ ഒരു സംരക്ഷണത്വം ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്ന മട്ടിലാണ് ശ്രീ നൂറുൽ അമീൻ. ഞാൻ പറഞ്ഞോട്ടെ. ആയിക്കോട്ടെ ജി, ആയിക്കോട്ടെ, ഞാൻ ഈ ഒരു സംരക്ഷണത്വം ഞാൻ പറഞ്ഞോട്ടെ. നൂറുൽ അമീനെ പറയാമല്ലോ, ഞാൻ പറഞ്ഞതിന് ശേഷം ഇതിനെ കൗണ്ടർ ചെയ്ത് പറഞ്ഞോളൂ. നൂറുൽ അമീൻ ഞാൻ പറഞ്ഞതിന് ശേഷം കൗണ്ടർ ചെയ്ത് പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ആവേശത്തോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ പറയുന്ന ഒരു അച്ഛനുപരിയായിട്ടുള്ള കാര്യങ്ങളാണ് പറയുക. അച്ഛൻ വട്ടായിട്ട് ചിത്രീകരിക്കുന്നു. അങ്ങനെയല്ല. ഈ വിഷയത്തിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയേണ്ടതിൽ മിനിമം മാത്രമേ ഏതൊരു സംവിധാനത്തിനകത്തും കുടുംബപരമായിട്ടും തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ കുറിച്ച് ആരും പറയാറുള്ളൂ, അത് കോടതിയിലും പറയാറുള്ളൂ. അത് ഏത് ഘട്ടം വരെ പോകുന്നു ആ ഘട്ടത്തിൽ വരെ മാത്രമേ അത് നിർത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും സുപ്രീം കോടതിയിലും അടച്ചിട്ട റൂമിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള പറയാനുള്ള സാഹചര്യം. ഇതെന്താണ് ഞാൻ ഈ പറഞ്ഞതിന്റെ വസ്തുത എന്താണ്? ഒരു ഡോക്യുമെന്റും ഇല്ലാതെ ഒരു പൂർവ്വചരിത്രവും ഇല്ലാതെ സുപ്രീം കോടതി പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു കോടതിയിൽ ഇത്തരത്തിൽ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ രേഖകൾ കൊടുക്കുന്ന അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അത് ഫ്രെയിമിംഗ് ആണോ? അങ്ങനെ ഫ്രെയിമിംഗ് ആണെങ്കിൽ കണ്ടെത്താനുള്ള ഏജൻസികൾ സംവിധാനങ്ങൾ അവരുടെ കയ്യിലില്ലേ? സുപ്രീം കോടതി അങ്ങനെയല്ല. സുപ്രീം കോടതിക്ക് സ്വതന്ത്രമായിട്ടോ അല്ലെങ്കിൽ ജുഡീഷ്യൽ നിയന്ത്രണത്തിലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം. അത് വാദിക്കാനുള്ള ആൾക്കാർ ഇവരുടെ കയ്യിലിരിക്കുന്ന ചില്ലറക്കാരായിട്ടുള്ള ആൾക്കാരല്ല. കമ്മ്യൂണിസ്റ്റ് പോലെയുള്ള ദവേപ്പുള്ള ആൾക്കാർ ഇവരുടെ കയ്യിലിരിക്കുന്നത് ചില്ലറക്കാരൊന്നുമില്ല. അശോകന്റെ കയ്യിലിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വക്കീലന്മാരാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ എന്താണ് വലിയ 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 ആൾക്കാർ അവരുടെ കയ്യിലിരിക്കും. ഇതൊക്കെ അവർക്ക് കൗണ്ടർ ചെയ്യാമല്ലോ. അതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്
തീരെ ശരിയല്ലാത്ത രീതിയിൽ ഇവരൊക്കെ ചിത്രീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി വട്ടുണ്ട് എന്ന് ചിത്രീകരിക്കുന്നതിന് പറയാനുള്ള സാഹചര്യത്തിലല്ലേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഇപ്പോഴും പറയുന്നതിനാണ് പ്രശ്നമെങ്കിൽ മുന്നേ പറയേണ്ടി വന്നിട്ട് എന്താണ് അതും കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ എന്താണ് ആ സാഹചര്യം? ഏത് നിലയ്ക്കുള്ള മാനസിക നില തകരാറിലാണ്? കാരണം കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ വെച്ച് പറയുമ്പോൾ നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്താണ് അങ്ങനെയല്ല അതിന്റെ രീതി. അതെ, അതൊന്ന് പറഞ്ഞു തരൂ. നിങ്ങൾ ഇപ്പൊ നെറ്റിൽ സെർച്ച് ചെയ്താൽ ജാനിസറീസ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ജാനിസറീസ് ആരാണെന്നറിയോ? ഈ ക്രിസ്തീയ പുരോഹിതന്മാരുടെ അടക്കം കുട്ടികളെ, ക്രിസ്തീയ കുടുംബങ്ങളിൽ നിന്നുള്ള അടക്കം കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ യുദ്ധത്തടവുകാരായിട്ട് പിടിച്ച് കൊണ്ടുപോയി മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകരരാക്കിയ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ചെയ്തികളാണ്. അത് കൃത്യമായിട്ടുള്ള മസ്തിഷ്ക പ്രക്ഷാളനത്തിന്റെ പ്രക്രിയയാണ്. ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഇതേ സ്ട്രാറ്റജിയാണ് ഇവരിവിടെ കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മസ്തിഷ്ക പ്രക്ഷാളനം കൊണ്ട് ഒരു മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ചിന്താശേഷി തന്നെ ഇല്ലാതായി പോകും. അതാണ് പറഞ്ഞത്, സ്വാഭാവികമായിട്ടുള്ള ചിന്താശേഷിയുള്ള മാനസിക നിലയിലല്ല ഉള്ളത്. ഇതൊരു ജിഹാദി മൂഡിലേക്ക് ആ കൊച്ചിനെ തള്ളിവിട്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഈ 1921 ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും ഈ ആളുകൾ ഹാലിളകി ഇങ്ങനെ തുള്ളുന്ന ഒരു പ്രത്യേക മാനസിക രോഗമാണെന്ന് വെച്ചാൽ മാനസിക രോഗമല്ല. കൊടുങ്ങല്ലൂരും കാണുന്നില്ലേ? ആ കൊടുങ്ങല്ലൂർ കാണുമായിരിക്കും. അപ്പൊ അതൊരു ജിഹാദാണോ? ജിഹാദ് എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിൽ പറഞ്ഞു എടുക്കാം. അല്ലല്ല, ജിഹാദ് എന്ന് പറയുന്നത് എല്ലാ ആത്മീയ സത്തകളിലും അടങ്ങിയിട്ടുള്ളതാണ്. അത് ദൈവവിളിയിലുണ്ട്, അത് ഈ പറയുന്നതിലുണ്ട്. അതൊന്നുമല്ല ഒരു വിഷയത്തെ നമ്മൾ ഇങ്ങനെ പരത്തി അങ്ങനെയല്ല. ഞാൻ വരാം. ശ്രീ നസറുദ്ദീൻ ചേന്നമംഗലം, അതിന്റെ വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നാലെ ചർച്ച ചെയ്യാം. ശ്രീ നസറുദ്ദീൻ, സാധാരണ ഇതുപോലൊക്കെയുള്ള കേസുകൾ ഉണ്ടാവാറുണ്ട്. നല്ല മര്യാദയ്ക്കുള്ള കൗൺസിലിംഗ് വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും കഴിയില്ലല്ലോ. കാരണം ഇതൊരു ഹാദിയയുടെയോ അശോകന്റെയോ ജഹാന്റെയോ ഒന്നും വിഷയമല്ലാത്ത വണ്ണം ഇത് മറ്റു പല ആളുകളുടെയും വിഷയമായി മാറിക്കഴിഞ്ഞു. കൃത്യമായ കൗൺസിലിംഗിൽ തീരാവുന്ന വിഷയം പോലും ഇങ്ങനെ അപകടകരമായ നിലയിലെത്തി സുപ്രീം കോടതിയിൽ വരെ എത്തിച്ച സാഹചര്യമുണ്ട്. ഇതിൻ്റെ ഈ പുതിയ സാഹചര്യം ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഹർജി, അവിടെ നിന്ന് 3 മണിക്ക് ഹാദിയ തന്നെ നേരെ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലേക്ക് കയറി ചെന്ന് അഭിപ്രായം പറയാൻ പോകുന്ന നിലയിൽ കാര്യങ്ങൾ എത്തുമ്പോൾ ഏറ്റവും അവസാനത്തെ നിലയിൽ നിന്നുകൊണ്ടുള്ള ഒരു നിരീക്ഷണം താങ്കളുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ്? ഈ രണ്ട് ഭാഗവും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, ഇതിലേറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം അതാണ്. നമ്മൾ മൗലികമായിട്ട് ഇതിൽ നമ്മൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നതൊക്കെ പോട്ടെ, ആരാണ് ചർച്ച ചെയ്യുന്നതും അവഗണിക്കാം. പക്ഷേ ഇവിടെ മൗലികമായ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ എന്താണ്? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ എല്ലാ ഘടകങ്ങളും പരാജയപ്പെട്ടു. ഈ ഒരു കേസിൽ ഹാദിയക്ക് ഒരു വ്യക്തി സ്വാതന്ത്ര്യമായ വേണ്ട ഒരു വിഷയം, അല്ലെങ്കിൽ ഒരു വിശ്വാസ സ്വാതന്ത്ര്യം, അത് ഭരണഘടന മൗലികമായിട്ട് നൽകുന്ന ഒരു അവകാശമാണ് ഏതൊരു പൗരനും. ആ ഒരു അവകാശം നിഷേധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അത് നിഷേധിക്കപ്പെട്ടപ്പോൾ അതിനെ തടയുന്നതിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ എല്ലാ എലമെൻസും, എല്ലാ ഘടകങ്ങളും പരാജയപ്പെട്ടു. ഇവിടെ ജുഡീഷ്യറി ഇതുവരെ പരാജയപ്പെടുകയായിരുന്നു. ഇവിടെ ഗവൺമെൻറ് ലീഡർ സമർപ്പിച്ച പരാമർശങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, അവിടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പരാജയം അതിൽ വ്യക്തമാണ്. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ജാഗ്രതക്കുറവും പരാജയവും അപസർപ്പക കഥകൾ തേടിപ്പോയിട്ടുള്ള നിലപാടുകളും അതിൽ വ്യക്തമാണ്. ഞാൻ പറയുന്നത്, ഈ രീതിയിൽ എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ ഈ ഒരു സ്ത്രീക്ക് നിഷേധിക്കപ്പെട്ടത് ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണ്. അപ്പോൾ എന്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ വരനും കൂടെ നിഷേധിക്കപ്പെട്ടത് ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ടതും നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഈ വിധം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിനകം തന്നെ ഒരുപാട് വിമർശന വിധേയമായിട്ടുള്ള ഹൈക്കോടതി വിധി പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവും. 2 കാരണങ്ങളാണ്, അല്ലെങ്കിൽ 2 വസ്തുതകളാണ് അതിൽ നിഴലിച്ച് കാണുന്നത്. ഈ ഒരു വിധിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ദുരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ 2 കാരണങ്ങൾ ഇവിടെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, മുസ്ലിം വിരോധം, അല്ലെങ്കിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പല നിരീക്ഷണങ്ങളും വാർത്തകളും മനോഭാവങ്ങളും ഇതിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ, സർക്കാരുകളുടെ, അതേപോലെ തന്നെ നമ്മുടെ മറ്റ് സംവിധാനങ്ങളുടെ ഒക്കെ ഉണ്ട്. രണ്ടാമത്തെ ഘടകം സ്ത്രീ വിരുദ്ധത. ഈ രണ്ടും, ഇസ്ലാമോഫോബിയയും സ്ത്രീ വിരുദ്ധതയും കൃത്യമായി നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളുടെ വിവിധ ഏജൻസികളുടെയും വിവിധ തലങ്ങളുടെയും തലത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ എത്തിയത്. അപ്പം ഭാഗ്യവശാൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ നിലപാടുകൾ ഇതിനെ തിരുത്തുന്ന രീതിയിലാണെന്ന സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ശുഭോദർക്കമാണ്. നമ്മുടെ ഈ ഘടകങ്ങൾ
വളരെ ഗൗരവമായ നിരീക്ഷണങ്ങൾ, സാമൂഹ്യ നിരീക്ഷണങ്ങൾ വളരെ പ്രധാനമാണ് ഈ കേസിൽ. അതേസമയം തന്നെ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ട് എന്ന ഒരു ആരോപണം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ വീട്ടുകാരും അവർക്കൊപ്പം ഇപ്പോൾ NIAയുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളിലും അതടങ്ങുന്നു. ഈ രണ്ട് തലങ്ങളിലുള്ള ഒരു വടംവലി യഥാർത്ഥത്തിൽ നടക്കുമ്പോഴാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇന്ന് എന്ത് തരം ഇടപെടൽ നടത്താൻ പോകുന്നു. നിശ്ചയമായും ഒരു പ്രായപൂർത്തിയായ യുവതിയുടെ, സ്ത്രീയുടെ മൗലികാവകാശം അത് നിഷേധിക്കാവുന്നതല്ല. ഗൗരവമായ ആരോപണങ്ങളുമായി NIA അടക്കം അന്വേഷണം എന്ന ഘട്ടത്തിൽ നിൽക്കുകയും കൂടി ചെയ്യുന്നതോടെയാണ് വിഷയം കൂടുതൽ ഗൗരവതരമാകുന്നത്. ഏതായാലും ഒരു ഇടവേള വേണം ഈ ഘട്ടത്തിൽ. അതിനുശേഷം ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളും തുടർന്ന് ഈ ചർച്ചയിലേക്കും മടങ്ങി വരാം. ഹാദിയ കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. 3 മണിയോടുകൂടി തന്നെ കൃത്യം ഹാദിയ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് മുമ്പാകെ എത്തും, നിലപാട് അറിയിക്കും എന്നതാണ് വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ടീച്ചർ ശ്രീലാൽ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീലാൽ, എന്താണ് പുതിയ അവസ്ഥ, വിവരങ്ങൾ? ഹാദിയ കോടതിയിലേക്ക് പോയി കഴിഞ്ഞു. ശരത്, 2:15 ഹാദിയ കേരള ഹൗസിൽ നിന്നും പോയിട്ടുണ്ട്. 2:15 ഏതാണ്ട് 2 മണിയോടെ തന്നെ ഇവിടെ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഹാദിയ ഒരു പക്ഷേ കേരള ഹൗസിന്റെ പിൻവാതിലൂടെ കൊണ്ടുപോകും എന്നുള്ള ഒരു ആലോചനയുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയും മുൻവാതിലിൽ കൂടെ തന്നെ, നമ്മളിപ്പോൾ കാണുന്ന ഈ മുൻവാതിലിൽ കൂടെ തന്നെ ഹാദിയയെ പുറത്തു കൊണ്ടുവരികയും തുടർന്ന് ഹാദിയ വെള്ള അംബാസഡർ കാറിലാണ് ഇവിടെ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോയത്. ഇവിടെ നിന്ന് ഏതാണ്ട് 10-15 മിനിറ്റ് മാത്രമാണ് സുപ്രീം കോടതിയിൽ എത്താൻ വേണ്ടി ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഹാദിയ സുപ്രീം കോടതിയിൽ എത്തിച്ചേരും. ഹാദിയയുടെ അച്ഛനെയും അമ്മയും ഇവിടെ നിന്ന് കേരള ഹൗസിന്റെ തന്നെ മറ്റൊരു വാഹനത്തിലാണ് കൊണ്ടുപോയത്. ടാറ്റ സഫാരി വാഹനത്തിലാണ് ഇവിടെ നിന്നും ഹാദിയയുടെ അച്ഛനും അമ്മയും കോടതിയിലേക്ക് കൊണ്ടുപോയത്. 3 പേരും ഒരുമിച്ച് പോകുമെന്ന് സൂചന ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ 2 പേരെയും രണ്ടായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഹാദിയ ഒറ്റയ്ക്ക് അംബാസഡർ കാറിലും ഹാദിയയുടെ അച്ഛനും അമ്മയും ടാറ്റ സഫാരി വാഹനത്തിലുമാണ് ഇവിടെ നിന്നും കൊണ്ടുപോയത്. എന്തായാലും ഏത് നിമിഷവും ഹാദിയ സുപ്രീം കോടതിയിലെത്തും. ഇനി അറിയാനുള്ളത് സുപ്രീം കോടതിയിൽ ഹാദിയ എന്ത് പറയുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ ഹാദിയ പറഞ്ഞതും അതിന് മുമ്പ് നൽകിയ സൂചനകൾ അനുസരിച്ചാണ് എങ്കിൽ തീർച്ചയായും ഹാദിയ ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഭർത്താവിനോടൊപ്പം പോകണം എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചേക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. എന്നാൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഒരു പക്ഷേ ഹാദിയ ഇന്നിപ്പോൾ അച്ഛനും അമ്മയോടും ഒപ്പം പോകാൻ തനിക്ക് താല്പര്യമില്ല, തനിക്ക് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകാൻ താല്പര്യമില്ല എന്നൊരു നിലപാട് സുപ്രീം കോടതിയിൽ ഹാദിയ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വരുന്നത്. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് ഹാദിയ. ആ പ്രായപൂർത്തിയായ പെൺകുട്ടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഹാദിയയ്ക്ക് കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ ഹാദിയയുടെ വിവാഹത്തിൽ തന്നെ ഒരു തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അവൾ മാതാവിനോടും പിതാവിനോടും ഒപ്പം പോകാൻ താല്പര്യമില്ല എന്നുള്ള ഒരു നിലപാട്, അങ്ങനെ ഒരു നിലപാട് കോടതിയിൽ എടുത്തു കഴിഞ്ഞാൽ കോടതി പിന്നീട് എന്തു ചെയ്യും എന്നുള്ള ചോദ്യം വളരെ സുപ്രധാനമാണ്. കോടതി ഹാദിയയുടെ സംരക്ഷണം സർക്കാരിനെ ഏൽപ്പിക്കുമോ അതോ വേറെ ഏതായിരിക്കും അക്കാര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കോടതി നിലപാടെടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഈ കോടതിയിൽ പോയി ഹാദിയ നിലപാട് അറിയിച്ചു കഴിഞ്ഞാൽ തുടർന്ന് ഹാദിയെ തിരിച്ച് കേരള ഹൗസിലേക്ക് തന്നെയാണ് മടക്കി കൊണ്ടുവരിക. എന്നിട്ട് ഏതാണ്ട് 9 മണിയോടെ ഹാദിയയെ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി ശ്രീലാല്, 3 പേരിലേക്കും വരികയാണ്. ശ്രീ ഭാർഗവറാമുണ്ട്, അതുപോലെ തന്നെ നൂറുൽ അമീൻ ചേരുന്നു, ശ്രീ നസറുദ്ദീൻ ചേന്നമംഗലൂർ ചേരുകയാണ്. ശ്രീ ഭാർഗവറാം, ഇക്കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നിടത്താണ് എല്ലാവരുടെയും ആകാംക്ഷയും നോട്ടവും നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹാദിയ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മതം മാറിയത് ആരും നിർബന്ധിച്ചിട്ടല്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ്, എന്നെ ആരും നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതല്ല, എനിക്ക് ഭർത്താവിനൊപ്പം പോകണം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതായാലും ആ മൊഴി ഒരു തരത്തിലും വിശ്വസിക്കരുത് എന്ന് കോടതിയോട് പറയും എന്നതും വ്യക്തം. പക്ഷേ ഹാദിയ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു തീർപ്പുണ്ടാകാൻ ഒരുപക്ഷെ ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ പോലും സുപ്രീം കോടതിക്ക്
ആ അച്ഛൻ്റെ കൂടെ ഇനി ഹാദിയെ വിടാനാകുമോ? ഇനി ഹൈക്കോടതി കൊടുത്തതുപോലെ ഒരു സംരക്ഷണം യഥാർത്ഥത്തിൽ ഹാദിയയുടെ കാര്യത്തിൽ ഇനി അച്ഛൻ അവകാശപ്പെടാനാകുമോ? കാരണം സുപ്രീം കോടതിയിൽ കൂടി ആ കുട്ടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, മാത്രമല്ല അപായപ്പെടുത്തും എന്ന് വരെ പറഞ്ഞ വീഡിയോ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഇന്നത്തെ ദിവസം മുതൽ വരാൻ പോവുകയല്ലേ? ഇതിൽ എത്ര വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഒന്നുമില്ല, സീരിയസ് ആയിട്ടുള്ള വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ആ കുട്ടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ മകളെ കൊണ്ടുപോകട്ടെ എന്ന് അച്ഛന് പറയാനാവുമോ? അങ്ങനെ അച്ഛൻ്റെ കൂടെ അയക്കാൻ കോടതിക്കാവുമോ? അല്ല, ഇത്രേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഒരു ആമുഖത്തോടുകൂടി ഞാൻ പറഞ്ഞോട്ടെ. വെറുതെ വായിൽ തോന്നിയതുപോലെയല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജഡ്ജിമാർ സുരേന്ദ്രമോഹനും അബ്രഹാം മാത്യുവും വിധിയിൽ പറഞ്ഞു. വളരെ കൃത്യമായിട്ടുള്ള 50ഓളം വരുന്ന പാരഗ്രാഫുകളിൽ അവരുടെ വിധിന്യായത്തിന് ആ വിധിന്യായത്തെ സാധൂകരിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടാണ് ശ്രീ നസറുദ്ദീൻ അദ്ദേഹം ഈ കാര്യത്തെ നോക്കിക്കണ്ടത്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ തീവ്രവാദ ബന്ധം എങ്ങനെയാണ്, ഇതിൽ റിക്രൂട്ട്മെൻറ്റിനുള്ള മാരേജ് ആണോ, ഈ കോടതിയിൽ ഹാജരാക്കി അന്നേ ദിവസം എങ്ങനെയാണ് വിവാഹത്തിനായിട്ട് എത്തിക്കുന്നത്, ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളെ, അതുപോലെ തന്നെ STPIയുടെയും അവരുടെ സിമി ബന്ധത്തിൻ്റെയും കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ കാര്യം, അതായത് ഇവരുടെ സിമി ബന്ധവും ഈ തീവ്രവാദ ബന്ധവും ഇതിനോട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാവുന്ന ഒരു സാഹചര്യം സുപ്രീം കോടതിയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നേരത്തെ പറഞ്ഞത് വിവാഹത്തെയും NIA അന്വേഷണത്തെയും രണ്ടായി കാണുമെന്നാണ്. പക്ഷേ സുപ്രീം കോടതി ഹൈക്കോടതി ആ വിവാഹം റദ്ദ് ചെയ്തതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലായാലും അങ്ങനെ ഒരു വിവാഹത്തെ നള്ളാൻപോയിഡായിട്ട് പറയാനാവില്ല എന്നും പറഞ്ഞിരുന്നു സുപ്രീം കോടതി. പറഞ്ഞോട്ടെ, അത് പക്ഷേ ഇത് ഞങ്ങളുടെയൊക്കെ നിരീക്ഷണം വെച്ചാൽ ഞങ്ങളുടെ സ്വതന്ത്രമായിട്ട് ഹിന്ദു പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞങ്ങളുടെ നിരീക്ഷണ പ്രകാരം ഈ വിവാഹം എന്ന് പറയുന്നത്, വിവാഹമായിക്കോട്ടെ ഏതൊരു കാര്യമായിക്കോട്ടെ, ഇത് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വിവാഹമാണ്. വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള വിവാഹമല്ല, റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വിവാഹമാണ്. അതിന് ഒരു മുൻ ചരിത്രമുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനോട് ചേർത്ത് വെക്കാവുന്ന ചരിത്രമാണ് അഖിലയുടെയും ചരിത്രം. ഇത് ഇങ്ങനെ പഠിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതുപോലെ തന്നെയാണ് വരേണ്ടത് വിധിന്യായം. പിന്നെ വേറൊരു കാര്യം, ഇവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങൾ, ഓരോ കേസിനും അതിൻ്റെതായിട്ടുള്ള മെറിറ്റ് ഉണ്ട്. ആ മെറിറ്റ് പരിഗണിച്ചുകൊണ്ടാണ് ഈ വിധിന്യായം ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അത് തന്നെയാണ് അതിലെ പ്രശ്നം. ശ്രീ ഭാർഗവറാം, ഞാൻ വരാം. നൂറുൽ, ഇതാണ് അവരുടെ സ്റ്റാൻഡ്. പക്ഷേ ഓരോ കേസിനും ഓരോ സമീപനമുണ്ട്. അത് പൊതുവൽക്കരണം അത്രമേൽ സാധ്യവുമല്ല. റിക്രൂട്ട്മെന്റ് ആരോപിക്കുമ്പോഴും ഇവിടെ അഖില ഇസ്ലാം മതം തന്നിഷ്ടപ്രകാരം സ്വീകരിച്ചുവെന്നും കുറേ നാളുകളായി ഇസ്ലാം മതത്തിൽ ആകൃഷ്ടയായിരുന്നുവെന്നും അതിനുശേഷമാണ് വിവാഹമുണ്ട്, അതൊരു പ്രണയ വിവാഹമായി കണക്കാക്കാവുന്നതുമല്ല, പ്രണയവിവാഹവുമല്ല. പക്ഷേ എന്നിട്ടും ഹൈക്കോടതി ഇടപെട്ടു. ഇവിടെ ഈ വിധത്തിൽ അസ്വാഭാവികവും പ്രത്യേക ലക്ഷ്യങ്ങളോടും കൂടിയുള്ളതാണ് എന്ന് അക്കമിട്ട് നിരത്തുന്നു. അതിന് ഏറ്റവും പ്രധാനമായി ഹൈക്കോടതി വിധി തന്നെ വെക്കുന്നു. അതിനെ എങ്ങനെയാണ് അത്രമേൽ നിരാകരിക്കാനാവുക? കാരണം മതം മാറ്റത്തെ പരിഗണിച്ച ഹൈക്കോടതി പോലും ആ കല്യാണത്തെ ആ നിലയിൽ പരിഗണിച്ചിട്ടില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ. ശരത്ത്, ഇതിലെ വളരെ വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിക്കണം എന്താണ് ഇവിടെ കോടതി പറഞ്ഞത് എന്ന്. കോടതിയുടെ ഒരു പ്രൊസീജിയർ, കോടതിയുടെ ഒരു നടപടിക്രമങ്ങളിൽ ഏത് ഘട്ടത്തിലാണ് കോടതി ഇവളെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞയക്കുകയും പത്രം പോലും വായിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിർത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നത് ഏതു ജഡ്ജിയാണ്? അത് നോക്കണം. ആദ്യം ഈ കുട്ടിയുടെ ഹേബിയസ് കോർപ്പസ് തീർപ്പാക്കിയിട്ട് യാതൊരു പ്രശ്നവും കുട്ടിയുടെ താല്പര്യങ്ങൾ പരിഗണിച്ച് കുട്ടിയുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് വിട്ട ജഡ്ജി ആരൊക്കെയായിരുന്നു? പിന്നീട് അത് പെട്ടെന്ന് ക്യാൻസലാക്കി ഹോസ്റ്റലിലേക്ക് പറഞ്ഞയക്കുമ്പോൾ വിവാഹം നടന്നിട്ടില്ല. ആ ഹോസ്റ്റലിൽ നിന്ന് 35 ദിവസം കഴിഞ്ഞ് ഈ കുട്ടി കത്തെഴുതുകയാണ്, ഞാൻ അന്യായമായി തടവറയിലാണ്, കോടതിയുടെ തടവറയിലാണ് എന്ന് നിലവിളിച്ചപ്പോ അത് പരിഗണിച്ച ജഡ്ജി വീണ്ടും മാറിയപ്പോ ആ ജഡ്ജിക്ക് വീണ്ടും ഇവരെ പരിഗണിക്കാൻ തോന്നുന്നു. ഈ കുട്ടിയുടെ ശബ്ദമാണ് കേൾക്കേണ്ടത്, മറ്റാരുടേതുമല്ല എന്ന് ആ ജഡ്ജിക്ക് വീണ്ടും തോന്നുന്നു. ആ ജഡ്ജി വീണ്ടും വിട്ടയക്കുന്നു. വീണ്ടും പുതിയ ജഡ്ജി വരുമ്പോൾ 9 മാസം നീണ്ടു നടന്ന എന്ന് പറഞ്ഞാൽ 2016 ഏപ്രിൽ മാസം മുതൽ, ഏപ്രിൽ മാസത്തിലാണ് വേറ്റുനിക്ക എന്ന് പറയുന്ന മാട്രിമോണിയലിൽ ഇവളുടെ പരസ്യം കൊടുക്കുന്നത്, വിവാഹം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള.
അതിനുശേഷം 2016 ഓഗസ്റ്റ് 8-നാണ് ഷെഫിൻ ജഹാന്റെ പ്രപ്പോസൽ വരുന്നത്. അതിനുശേഷം 2016 ഡിസംബർ 19 ഇവളുടെ വിവാഹം നടക്കുന്നത്. ഇങ്ങനെ 9 മാസം നീണ്ട കാലഘട്ടത്തിൽ നടന്ന ഒരു വിവാഹത്തെ പെട്ടെന്നുള്ള ഒരു വിവാഹമായിട്ട് വ്യാഖ്യാനിക്കാൻ എന്തായിരുന്നു കോടതിയുടെ പ്രേരണ? ഇതാണല്ലോ ഇവിടെ വിമർശിക്കപ്പെട്ട വിഷയം. ഇതിനോട് മധ്യമ നിലപാടെന്ന് പറയുന്ന ആളുകൾ ഇത് പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല. ഒരു കുട്ടിക്ക് വിവാഹപ്രായം എത്തിയ ഒരു കുട്ടിക്ക് നിയമപരമായിട്ട് വിവാഹം കഴിക്കുവാൻ ഈ പറഞ്ഞ പ്രൊസീജിയറൊക്കെ പരിഗണിക്കേണ്ടതുണ്ടോ? ഒന്ന്, ഞാൻ കൂട്ടത്തിൽ ശരത്തിന്റെ ഒരു പ്രയോഗം ഞാനൊന്ന് തിരുത്താൻ ശ്രമിക്കുകയാണ്. 2 ഭാഗത്തും ഈ കുട്ടിയെ പിടിച്ചു വലിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രയോഗം ഞാൻ ചോദിക്കട്ടെ. ഇവിടെ പോപ്പുലർ ഫണ്ട് ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്ത് തെറ്റാണ് ചെയ്യുന്നത്? ഈ കുട്ടി പോപ്പുലർ ഫണ്ടിനെ തേടി അങ്ങോട്ട് വന്നതാണല്ലോ. എല്ലാവർക്കും 9 അന്വേഷണ റിപ്പോർട്ടുകൾ കേരള പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ 9 അന്വേഷണങ്ങളിലും ഈ കുട്ടിയെ എവിടെയെങ്കിലും പോയി പിടിച്ചു കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞില്ലല്ലോ. അഖില എന്ന് പറയുന്ന പെൺകുട്ടിയെ എവിടെയെങ്കിലും പോയിട്ട് തേടി പിടിച്ചു കൊണ്ടുവന്നു, അല്ലെങ്കിൽ പോപ്പുലർ ഫണ്ടുകാർ അവരുടെ പ്രവർത്തകരെ വിട്ട് വശീകരിച്ച് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലല്ലോ. പറ്റാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് സൈക്കോളജിക്കൽ കിഡ്നാപ്പ്, മനഃശാസ്ത്രപരമായ തട്ടിയെടുക്കൽ അതുകൂടി ചേർത്ത് വേണം പറയാൻ. അങ്ങനെ ശരിയാണ്, ഒരർത്ഥത്തിൽ പോലും നിങ്ങൾ പോയി പിടിച്ചുകൊണ്ടുവന്നതല്ല ഹാദിയ. പക്ഷേ അതുകൊണ്ടാണ് അവിടെ വന്നത് സൈക്കോളജിക്കൽ കിഡ്നാപ്പ്. ഞാനൊന്ന് വരാം, നൂറിൽ തന്നെയാണ് പറഞ്ഞു തീർക്കാനുള്ള അവകാശം. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് കൂടി ഉണ്ട് എന്നുള്ളത് മാനിക്കണം. വരാം പ്ലീസ് 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 പ്ലീസ്. ഹാദിയ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ആ വാർത്ത വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ്, അതുകൂടി നമ്മൾക്ക് വേണം നിങ്ങൾക്കൊക്കെ സംസാരിക്കണമെങ്കിൽ. സതീഷ് കുമാർ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. സതീഷ്, ഹാദിയ കോടതിയിൽ എത്തിയല്ലേ? ശരത്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു ഹാദിയ എന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ വിചാരണ നടപടികളിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ വിചാരണ ഹാളിലേക്ക് ഹാദിയ എത്തിയിട്ടില്ല. എങ്കിൽ പോലും കേരള ഹൗസിൽ നിന്ന് കനത്ത സുരക്ഷാ വലയത്തിൽ സുപ്രീം കോടതി പരിസരത്തേക്ക് ഹാദിയെ എത്തിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഇതുവരെയും അടച്ചിട്ട മുറിയിൽ ഈ വാദം കേൾക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമമായ ഒരു തീർപ്പ് വരാത്തത് കൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കും ഹാദിയയുടെ വാദം കേൾക്കുക, അല്ലെങ്കിൽ ഹാദിയ എന്താണ് ഹാദിയയുടെ നിലപാട് എന്താണ് എന്ന് വിശദീകരിക്കാനുള്ള അവസരം ലഭിക്കുക. എന്തായാലും കേരള ഹൗസിൽ നിന്ന് ബുള്ളറ്റ് പ്രൂഫ് അംബാസിഡർ കാറിലാണ് കനത്ത പോലീസ് സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി അല്പസമയം മുൻപ് ഹാദിയെ സുപ്രീം കോടതിയിൽ എത്തിച്ചത്. കാരണം നേരത്തെ തന്നെ വളരെ സുരക്ഷ ഒരുക്കുകയും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ പിഴവും ഉണ്ടാകരുത് എന്നുള്ള കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസും കേരള പോലീസും ചേർന്നുള്ള ഒരു സംഘമാണ് ഇപ്പോൾ ഹാദിയെ പ്രത്യേക വാഹനത്തിൽ, അത് ബുള്ളറ്റ് പ്രൂഫ് വാഹനം പ്രത്യേകമായി അതിനുവേണ്ടി ഡൽഹി പോലീസ് ഒരുക്കിയതാണ്. സുരക്ഷാ ഏജൻസികളുടെ വാഹനമാണത്. ആ വാഹനത്തിൽ സുപ്രീം കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. എന്തായാലും കോടതി നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അടച്ചിട്ട മുറിയിൽ കേൾക്കണമെന്നുള്ള ഹാദിയയുടെ പിതാവ് അശോകന്റെ അപേക്ഷയും അതിനൊപ്പം തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന NIA-യുടെ നിലപാടും ഇതെല്ലാം പരിഗണിച്ചായിരിക്കും കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതിനുശേഷമായിരിക്കും ഹാദിയയുടെ മൊഴിയെടുക്കുക. ഏതായാലും 3 മണിയോടുകൂടി, സതീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 3 മണിക്ക്, സാധാരണ നിലയിൽ 4 മണിയോടുകൂടിയാണ് സുപ്രീം കോടതി നടപടിക്രമങ്ങൾ അവസാനിക്കുക. ഈ കേസിന്റെ പ്രത്യേകത വെച്ചുകൊണ്ട് നീണ്ടുപോയാൽ അത്ഭുതപ്പെടാനില്ല. ശ്രീ നൂറുൽ അമീൻ പറഞ്ഞത് പൂർത്തിയാക്കാം. ഞാൻ അതാണ് പറഞ്ഞത്, പോപ്പുലർ ഫ്രണ്ടിന് അങ്ങനെ ഒരു ആർഗ്യുമെന്റ് എടുക്കും എന്നതുകൂടി കണ്ടുകൊണ്ടാണ് കൃത്യമായൊരു ആക്ഷേപം നിങ്ങൾക്ക് മേലുണ്ട്. റിക്രൂട്ട്മെന്റ്, ആ റിക്രൂട്ട്മെന്റിനൊരു പുതിയ രീതി നിങ്ങൾ അവലംബിച്ചു. സൈക്കോളജിക്കൽ കിഡ്നാപ്പിംഗ്, മനഃശാസ്ത്രപരമായി തട്ടിയെടുക്കൽ, തട്ടിക്കൊണ്ടുപോകൽ പോലുമല്ല, തട്ടിയെടുക്കൽ എന്ന് തന്നെ പറയാവുന്ന ആക്ഷേപമാണ് നിങ്ങൾ ഇക്കാര്യത്തിൽ നേരിടുന്നത്. ഇവിടെ 2 കാര്യം വ്യക്തമാക്കുക. ഒന്ന്, സൈക്കോളജിക്കൽ കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫൈൻ ഇറ്റ്. ഞാൻ അതാണ് ആവശ്യപ്പെടുന്നത്. എന്താണത്? അത് വിശദീകരിക്കൂ. എന്താണ് സൈക്കോളജിക്കൽ കിഡ്നാപ്പിംഗ്? അങ്ങനെ ആകുമ്പോഴാണല്ലോ നമ്മൾ അത് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു ടെർമിനോളജി പുതുതായിട്ട് വരികയാണ്. ഇവര് നേരത്തെ ഉന്നയിച്ച ഒരു വാദം എന്താണ്? ലവ് ജിഹാദാണ് ഇത് എന്നാണ്. ഇപ്പോൾ അവർ പറയുന്നത് ലവ് ജിഹാദ് അല്ല, ഫോഴ്സ്ഫുൾ കൺവേർഷൻ ആണെന്നാണ്. അങ്ങനെ നിർബന്ധിത മതപരിവർത്തനം അപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലവ് ജിഹാദ് എങ്ങനെയാണ് തെറ്റാകുന്നത്? അത് ഇവർ വിശദീകരിക്കേണ്ടതുണ്ട്. നിർബന്ധിത കൺവേർഷനാണ് ഇതിൽ നടന്നതെങ്കിൽ ഈ കുട്ടി പറയുന്നു നിർബന്ധിത കൺവേർഷൻ ഇല്ല എന്ന്.
കേരളത്തിലെ 9 പോലീസ് റിപ്പോർട്ടുകളും പറയുന്നു നിർബന്ധിത മതപരിവർത്തനത്തിന് ഒരു തെളിവും ഇന്നേ വരെ കിട്ടിയിട്ടില്ല എന്ന്. പിന്നെ സൈക്കോളജിക്കൽ കിഡ്നാപ്പിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതങ്ങനെ നടക്കുമെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭാർഗവറാമിനൊക്കെ തന്നെ ഒന്ന് കിഡ്നാപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് പറയാം, അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് അങ്ങനെ കിഡ്നാപ്പ് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അത് എങ്ങനെ ഈ ജനത്തെ ഇത്രയും വിഡ്ഢീകരിക്കാൻ സാധിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതിന്റെ മറ്റൊരു വശമുള്ളത്, ഞാൻ ചോദിക്കുന്നത്, ഈ കുട്ടി സഹായം തേടി വന്നപ്പോൾ ഞങ്ങൾ സംരക്ഷിച്ചു, എന്താണ് അതിൽ തെറ്റ്? ഈ കുട്ടി വീട്ടിലേക്ക് പോവാൻ സന്നദ്ധമല്ല എന്ന് എല്ലായിടത്തും ആ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം വീട്ടിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് 6 മാസം കൊണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടു. അതുകൊണ്ട് ഈ കുട്ടി വീട്ടിലേക്ക് പോകാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ സംരക്ഷണം കൊടുത്തു. ആ കുട്ടി ഏത് സമയം ഇപ്പൊ മതം മാറിപ്പോകുന്നു, പോയിക്കോട്ടെ, ഞങ്ങൾക്കൊരു വിരോധമില്ലല്ലോ. ഞങ്ങൾ ഒരു ഘട്ടത്തിലും പറഞ്ഞില്ലല്ലോ ഇസ്ലാമിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന്. ആ കുട്ടി ഇസ്ലാമിൽ വിശ്വസിക്കാൻ തയ്യാറായി ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ നിയമസഹായം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾ കൊടുക്കും. അതിലെന്താ തെറ്റ്? അതിനെങ്ങനെയാണ് ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളോട് നിങ്ങൾ തുലനം ചെയ്യുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിലപാടാണ് ഇവിടെ. നസറുദ്ദീൻ, തീർച്ചയായും ആ വിമർശനം അവരുന്നയിക്കുക സ്വാഭാവികമാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിപ്പോൾ ഹാദിയയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഷഫീൻ ജഹാന്റെയോ ഒക്കെ പ്രശ്നത്തിനപ്പുറം മുമ്പ് പറഞ്ഞ പോലെ തന്നെ തൽപര കക്ഷികൾ ഒരുപാടാണ്. ഞാൻ അതിൽ ആവർത്തിക്കുന്നതിൽ എനിക്കൊരു മടിയുമില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു കോടതി നടപടികളിൽ തീരാവുന്ന വിഷയത്തിനപ്പുറത്തേക്കുള്ളൊരു വലിയ രാജ്യദ്രോഹപരമായ പ്രശ്നം തന്നെയാണ് ഇതിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ പറഞ്ഞ പരിഗണനകളൊക്കെ ഉണ്ട്. ഒരു ഭാഗത്ത് അത് മനഃശാസ്ത്രപരമായ തട്ടിക്കൊണ്ടുപോകലാണെന്ന് പറയുന്നു, മറുഭാഗത്ത് അഖില മതം മാറി ഹാദിയായി വീണ്ടും ഇസ്ലാമായി തുടരാൻ ഇന്നേ ദിവസം നോമ്പ് നോറ്റിരിക്കാൻ വരെ പറയുന്ന നിലയിൽ ആ വിഷയത്തെ ചിത്രീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സ്വതന്ത്രമായ തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് തൽപര കക്ഷികൾ അണിനിരക്കുന്നു എന്ന് പറഞ്ഞത്. അത് കേരളത്തിൻ്റെ മതേതര പുരോഗമന മുന്നേറ്റത്തിന് ദോഷം ചെയ്യുന്നതാണ് എന്ന വിചാരമുണ്ട്, സംശയമൊന്നും വേണ്ട. ഇക്കാര്യത്തിൽ നസറുദ്ദീൻ, പക്ഷേ അതിൽ മുമ്പ് പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധേയമാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, ഇതൊക്കെ വലിയ പരാജയം സ്വയം വരുത്തിവെച്ചോ, ഒരു അശ്രദ്ധക്കുറവ്, വേണ്ട സമയത്ത് ഇടപെടാതിരിക്കുക, ഏറ്റവും ഒടുവിൽ NIA തന്നെ ഈ വിഷയത്തിൽ വന്നു ചേരുന്ന വിധത്തിലേക്ക് അടക്കം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് നമ്മുടെ സമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിലെ കാതലായ വശവും. ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ് പ്ലീഡർ സമർപ്പിച്ച കോടതിയിൽ സമർപ്പിച്ച രേഖയിലെ പരാമർശമൊക്കെ പരിശോധിച്ചാൽ എത്രത്തോളം വിഡ്ഢിത്തം അതിലുണ്ട് എന്ന് മനസ്സിലാവും. നരക സ്വർഗ സങ്കല്പങ്ങൾ കാണിച്ചിട്ടാണ് മതം മാറ്റം നടത്തിയതെന്നൊക്കെ പറയുന്നുണ്ട്. ആശയ പ്രചരണത്തൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന പരാമർശങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വനിതാ കമ്മീഷൻ്റെ ഇതിലുള്ള നിലപാട് അത് വളരെ മോശമായിരുന്നു. അതുപോലെ മാധ്യമങ്ങൾ പലപ്പോഴും അപസമർപ്പക കഥകൾക്ക് പിന്നാലെ പോവുകയല്ലാതെ ഇത് ഞാൻ ഈ ഹാദിയ കേസ് എന്ന് മാത്രമായിട്ടല്ല പറയുന്നത്. നമ്മൾ ലവ് ജിഹാദ് കേസുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നടക്കുന്ന കേസുകളൊക്കെ മാധ്യമങ്ങൾ എന്ത് നിലപാടെടുത്തു, എത്രത്തോളം ആധികാരികത അവർ പരിശോധിച്ചു എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ദയനീയമായിട്ടാണ് അവർ പരാജയപ്പെട്ടത് എന്ന്. അതുപോലെ തന്നെ കോടതിയുടെ പരാമർശത്തിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പരാമർശത്തിൽ 24 വയസ്സുള്ള ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തവളായിട്ടാണ് ചിത്രീകരിച്ചത്. അപ്പം ഇതിലൊക്കെ വളരെ ഗുരുതരമായ പാളിച്ചകൾ ഇതിലെല്ലാ തലത്തിലും വന്നു. അതിൻ്റെ പരിണിത ഫലമാണ് സത്യം പറഞ്ഞാൽ ഇത് ഇത്ര അധികം രൂക്ഷമായത്. ഇപ്പം സുപ്രീം കോടതി തിരുത്താൻ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ സൂചന നൽകിയത് പോലും അതാണ്. കേസിൽ സുപ്രീം കോടതി എന്തും പറയട്ടെ, പക്ഷേ ഇന്നത്തേതോടുകൂടി ഈ വിധത്തിൽ ഹാദിയയ്ക്ക് ഒരു സംരക്ഷണ ഉത്തരവാദിത്വം അച്ഛനിൽ ഏൽപ്പിക്കാൻ കോടതി തയ്യാറാകും എന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? ഞാൻ നേരത്തെ ശ്രീ ഭാർഗവരാമനോടും അത് നേരിട്ട് ചോദിച്ചിരുന്നു. ഇന്നു മുതൽ അങ്ങോട്ട് കഴിഞ്ഞ ദിവസം ഹാദിയ പറഞ്ഞത് ആവർത്തിച്ചാൽ, ഈ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹാദിയയുടെ സംരക്ഷകനാകാൻ, അദ്ദേഹം അഖില എന്ന് മാത്രം പറയുന്ന ആ കുട്ടിയുടെ സംരക്ഷകനാകാൻ ഇനി അശോകന് കഴിയുമോ? കോടതി സമ്മതിക്കുമോ?
കോടതി വിധിയെക്കുറിച്ച് പ്രവചിക്കാൻ ഞാൻ ആളല്ല, ഞാൻ അതിന് യോഗ്യനുമല്ല. പക്ഷേ ഈ ഒരു കേസിലെ സ്വാഭാവിക നീതി എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് അവരെ ഷെഫിൻ ജഹാന്റെ സ്വന്തം ഭർത്താവാണ്, സ്വന്തം ചോയ്സ് ആയിട്ട് തിരഞ്ഞെടുത്ത ഭർത്താവാണ്, സ്വന്തം മതമായി ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതാണ് ഇസ്ലാം എന്ന്. അപ്പോൾ ഈ മൗലിക അവകാശങ്ങൾ അംഗീകരിക്കുക, അത് അവിടെ വെച്ച് തീരണം. അതേസമയം കേസും ആരോപണങ്ങളും വേറെ എത്ര ഉണ്ടെങ്കിൽ എങ്ങോട്ട് റിക്രൂട്ട് ചെയ്തെന്നാണെങ്കിലും എന്താണെങ്കിലും അത് കൃത്യമായി ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത്. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും അത് ആധികാരികതയുള്ള വാർത്തകൾ മാത്രം നൽകുക, അല്ലാതെ അവസർപ്പക കഥകളുടെ പിന്നാലെ പോവുകയല്ല, കെട്ടുകഥകളുടെ പിന്നാലെ പോവുകയല്ല. നൂറുകണക്കിന് എത്രമാത്രം അപസർപ്പക കഥകൾക്ക് പിന്നാലെ മാധ്യമങ്ങൾ അത്രമേൽ പോയിട്ടുണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. അത് കൂടുതലായി ഉണ്ടെങ്കിൽ താങ്കൾക്ക് അത് ആവർത്തിച്ച് വിശദീകരിക്കാവുന്നതുമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഭാർഗവറാം, ഇവിടെ ഈ പറഞ്ഞതുപോലെ ഹാദിയ കേസ് മാത്രമല്ല പറയുന്നത്, ലവ് ജിഹാദ് കേസുകളിൽ നമ്മൾ 5-6 വർഷത്തത് പരിശോധിച്ച് നോക്കിയാൽ ഇതൊരിക്കലും ഹാദിയ കേസ് ലവ് ജിഹാദ് കേസുകളുമായിട്ട് ഒരു പ്രശ്നം അതിലുണ്ട്. ഒരു പ്രശ്നമുണ്ട്. വലിയ ആശയക്കുഴപ്പം സമൂഹത്തിൽ നിലനിന്നതാണ് ഈ വിഷയം. ആ ആശയക്കുഴപ്പം, ഒരു തീർപ്പുണ്ടാകാത്ത ആശയക്കുഴപ്പവും തുടർച്ചയായ ആരോപണങ്ങളും, അതിന്മേൽ ആശങ്കയോടെ കഴിയുന്ന കുടുംബങ്ങൾ, ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ നാട്ടിൽ നടന്നതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ഇസ്തിരിയിട്ട പോലെ ഒരു റിപ്പോർട്ടിലേക്കൊന്നും ആർക്കും പോകാനാവില്ല. എല്ലാവരുടെയും ആശങ്കകൾ പരിഗണിക്കേണ്ടതായി വരില്ലേ? ഒരു ജനാധിപത്യ അത് കേവലം നമ്മളൊരു അപസർപ്പക കഥ എന്ന നിലയിലേക്ക് അതിനെ ലഘൂകരിക്കേണ്ടതുമല്ല. ഏജൻസികളുണ്ട്, സർക്കാരുണ്ട്, നിയമ സംവിധാനം. അതാ ഞാൻ പറയുന്നത്, ഒരു നിയമ സംവിധാനം ഇവിടെ ഉണ്ട്. ഇവിടെ അന്വേഷണ ഏജൻസികൾ, വിവിധങ്ങളായ അന്വേഷണ ഏജൻസികളുണ്ട്. എന്തുകൊണ്ട് 5-6 വർഷമായിട്ടുള്ള ആരോപണങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു? അതിലൊരു കൃത്യത വന്നില്ല. ആ ഒരു കൃത്യത ഇല്ലാത്തതാണ് ഇതിൽ പ്രശ്നം. നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ, താങ്കൾ നേരത്തെ പറഞ്ഞാണ് അതിന്റെ ഉത്തരം. എത്ര കാലമെടുത്താലും തീരാത്ത പ്രക്രിയ ഇത് തുടരുന്നതാണ് നമ്മുടെ നാട്ടിൽ. ഇവിടെ പക്ഷേ ശ്രീ ഭാർഗവറാം, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവരെല്ലാം സൂചിപ്പിച്ചതുപോലെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വലിയ ടേം ഉറപ്പിച്ചെടുത്തു. അതിനൊരുപാട് കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ വേദനിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അവരുടെ സങ്കല്പത്തിനും താല്പര്യങ്ങൾക്കും മതപരമായ ഇഷ്ടങ്ങൾക്കും നിൽക്കാതെ പോകുമ്പോൾ ഈ ടേമും കൂടി ചേർത്ത് വെച്ച് അവർക്ക് വായിക്കാൻ എളുപ്പമാണ്. ഒന്ന്. അതിനുശേഷമാണ് നിർബന്ധിത മതപരിവർത്തനമാണ്. ഹാദിയുടെ കേസിൽ അത് ആ നിലയിൽ വന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് പോകാൻ ആ കുട്ടി തന്നെ പറഞ്ഞതോടുകൂടി അടക്കം അത് ദുർബലപ്പെടുന്നു ഒരു ഭാഗത്ത്. അപ്പോഴേക്കും അത് സൈക്കോളജിക്കൽ കിഡ്നാപ്പിംഗ് എന്ന് പറയുന്ന മറ്റൊരു സുന്ദര പദത്തിലേക്ക് മാറുന്നു. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഷിഫ്റ്റ് ചെയ്ത് പോകേണ്ടി വരുന്നത് നിങ്ങൾക്കാണ്. പോപ്പുലർ ഫ്രണ്ട് നോക്കൂ, സത്യസരണി, അവരുടെ അടുക്കലേക്കാണ് ഈ കുട്ടി ചെന്നത്. ഇവരെ എങ്ങുനൊന്നും പിടിച്ചുകൊണ്ട് വന്നതല്ല. അങ്ങനെ ഇരിക്കുന്നു. കേരളത്തിലെ 9 ഏജൻസികളുടെ അന്വേഷണത്തിൽ ഒരിടത്ത് പോലും അവരെ കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന അവരുടെ ഭാഗം. ഈ നിലകളിൽ നിൽക്കുമ്പോൾ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെയാണ്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞു, ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്നില്ല. അത് പറഞ്ഞപ്പോഴേ ഭാർഗവറാം മുമ്പ് കൈയെടുത്ത് ഉയർത്തി കാട്ടി അങ്ങനെയല്ല എന്ന്. നിർബന്ധിത മതപരിവർത്തനം എങ്ങനെ പറയും? ആ കുട്ടി തന്നെ പറയുന്നു അങ്ങനെയല്ല എന്ന്. അപ്പോൾ പിന്നെ വളരെ അരൂപിയായ ഒരു മനഃശാസ്ത്രപരമായ തട്ടിക്കൊണ്ടുപോകൽ എന്നൊക്കെ പറയാൻ കേൾക്കാൻ രസമുണ്ട്. പക്ഷേ അതിനപ്പുറം കോടതിയിൽ അതൊക്കെ ബോധ്യപ്പെടുത്തിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും. അല്ല, ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് സാവകാശം തരാം. ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ കയറരുത് ശരിച്ച്. ഈ വിഷയത്തിൽ 2010 തന്നെ ഈ വിഷയത്തിലൊക്കെ ഒരു പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് 2010. അതോടനുബന്ധിച്ച് തന്നെ വിവാഹത്തിലൂടെയും മറ്റും എന്നൊക്കെ പറഞ്ഞ പല ആൾക്കാർ, ഉത്തരവാദപ്പെട്ട ആൾക്കാർ, മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ. 2012 അന്നത്തെ കേരള മുഖ്യമന്ത്രി 2012 മെയ് 23 ഉമ്മൻചാണ്ടിക്ക് ഞങ്ങൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 2013 കൊടുത്തിരിക്കുന്ന പരാതിയുടെ ഏകദേശം ഇങ്ങനെയാണ്: കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലവ് ജിഹാദും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകലും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇസ്ലാമിക ജനസംഖ്യാ വർധനവ് എന്നതിലുപരിയായി നിരവധി മാനങ്ങളുള്ള ഈ പ്രവണത ആസൂത്രിതം തന്നെയാണ്. ലവ് ജിഹാദിൻ്റെ പുരുഷപക്ഷം തീവ്രവാദത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. കേരളത്തിന് തന്നെ അപമാനകരമാമിതം കാശ്മീരിൽ തീവ്രവാദി പ്രവർത്തനം നടത്തവേ കൊല്ലപ്പെട്ട വർഗീസ് ജോസഫ് എന്ന അബ്ദുൾ ജബ്ബാർ, ഗുജറാത്ത് പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ച കൊടും ഭീകരം പ്രാണേഷ് കുമാർ എന്ന ജാവേദ്, അബ്ദുൽ നാസർ മദനിയുടെ സന്ദേഹ സഹചാരി, ഇവരൊക്കെയും കേരളീയരും ലവ് ജിഹാദിൻ്റെ ഇരകളുമാണ്. ലവ് ജിഹാദ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കേരള പോലീസ് തികഞ്ഞ പരാജയം തന്നെയാണ്. ഇതിൻ്റെ ഗൂഢാലോചനയുടെ സ്വഭാവവും ഉന്നത ബന്ധവും തീവ്രവാദ സ്വഭാവവും പരിഗണിച്ച് ലവ് ജിഹാദ് വിഷയം NIA കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് 2012 പറഞ്ഞാണ്. അതിനുശേഷം എന്ത് അന്വേഷണമാണ്? ഞങ്ങൾ തെളിവെടുക്കും. ഞങ്ങൾ ഉത്തരവാദപ്പെട്ട് പരാതി കൊടുത്താൽ ഞങ്ങളോട് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പരാതി തന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ തെളിവെടുക്കില്ലേ? ഒരു ഏജൻസി
ഞങ്ങളോട് ചോദിക്കണ്ടേ? മുഖ്യമന്ത്രി ഒന്ന് ചോദിക്കണ്ടേ? ഇന്ന് വരെയായിട്ടും കേരളത്തിലെ ശ്രീമാൻ ഇദ്ദേഹം ചേന്ദമംഗലൂർ പറഞ്ഞതിൽ ഒരുപാട് കാര്യമുണ്ട്. ഒരു അന്വേഷണ ഏജൻസി ഇതിനെ ഗൗരവപൂർണ്ണമായിട്ട് പരിശോധിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. ഇനി പഠിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്ത ആൾക്കാരുണ്ട്. കേന്ദ്രത്തിലെ ഭരണമാറ്റത്തിന് ശേഷമെങ്കിലും നിങ്ങളുടെ ഈ ആവലാതിക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ, അങ്ങ് ആദ്യമേ തുടങ്ങിയതിൽ ഞാൻ ഒന്ന് മറുപടി പറഞ്ഞിട്ട് ഞാൻ ഇതിന് മറുപടി പറയാം. അപ്പോൾ ഇന്ന് വരെയായിട്ട് മറന്നുപോകരുത്. ഇല്ല, ഞാൻ കുറിച്ചിട്ടിരിക്കുകയാണ്. മാറിപ്പോകുന്നത് അങ്ങ് ഇടയ്ക്ക് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും കാലമായിട്ടും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. പഠിച്ച് റിപ്പോർട്ട്, വിവരങ്ങൾ ശേഖരിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുത്താൽ ടി പി സെൻകുമാറിനെ ഇവരെ ടാർഗറ്റ് ചെയ്ത് റോഡ് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചു. ഇതിനെതിരെ, വർഗീയവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെയുള്ള കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്താൽ അടുത്ത ഘട്ടം എന്താ ചെയ്യുക? അവരെ അഭിമുഖം ആ രൂപത്തിൽ സമൂഹത്തെ ഇപ്പോഴല്ല, സെൻകുമാറിനെതിരെ 2-3 വർഷങ്ങൾക്ക് മുൻപ് STPI എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോസ്റ്റ് ഒട്ടിച്ചിരുന്നു. അങ്ങ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു ഉണ്ടായിരുന്നു. ഇനി അതിനുശേഷം ഇനി ലവ് ജിഹാദും ഇതിലെന്താണ്? ലവ് ജിഹാദ് അല്ല, ഞാൻ കൈ കാണിച്ചു എന്നാണ് അങ്ങ് പറയുന്നത്. ലവ് ജിഹാദ് അല്ല, ഇതിൽ വെറ്റ്ലോക്ക് ജിഹാദാണ്. ഇത്തരത്തിൽ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ NDFO STPI മാത്രമല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഫ്കോൺ പരിപാടി, ഇപ്പോഴത്തെ മെഡിക്കോൺ പരിപാടി, ഇങ്ങനെ നിരവധി പദ്ധതികളിലൂടെയായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ആഗിരണം ചെയ്യുന്നതിനും അവരെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള നിരവധി കർമ്മ പദ്ധതികൾ അവർക്ക് ഇടയിലുണ്ട്. അതിന്റെ ഞാൻ ചോദിക്കട്ടെ, കോടതിയിൽ ഈ പൊതു അർത്ഥത്തിലല്ലോ ഹാദിയയുടെ കേസ്. അതിൽ ഈ കുട്ടി എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന രൂപത്തിലേക്ക് ട്രാപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു കേസ് നിങ്ങൾക്ക് മുമ്പിലുണ്ടോ? ഇത് നമുക്കൊരു പൊതുവൽക്കരണം സാധ്യമാണ്, പക്ഷെ കോടതിയുടെ മുമ്പിൽ ഒരു കേസാണ്. ഈ ഹാദിയ എങ്ങനെയാണ് നടന്ന് അവിടെ ചെന്ന് കയറിയത്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്? അതിന് പകരം അതിന്റെ മാനസിക നില തകരാറില്ല എന്നുള്ള പൊതുവർത്തമാനം പോരാ. ഹാദിയ എങ്ങനെ അവിടെ ചെന്നു? ചോദിച്ച ആദ്യത്തെ ചോദ്യങ്ങൾ ഞാൻ മറുപടി പറഞ്ഞു വരികയാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ വാദത്തിന് വേണ്ടി സമ്മതിക്കാം, പക്ഷേ ഹാദിയ എങ്ങനെ അതിൽ പെട്ടു? ഹാദിയ എങ്ങനെ പെടുത്തി? അല്ല, ഹാദിയപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യം പരാമർശിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഹാദിയയുടെ കൂടെയുള്ള അല്ലെ അഖിലയുടെ കൂടെയുള്ള 2 കുട്ടികൾ ആ കുട്ടിയെ മെല്ലെ ഇസ്ലാമിലേക്ക് നയിച്ചത്? അഖിലയെ എങ്ങനെയാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 കുട്ടികൾ വളരെ കൃത്യമായിട്ട് MM അക്ബറിന്റെയും അതുപോലെ തന്നെ മറ്റേ ഇദ്ദേഹം ഉണ്ടല്ലോ ബോംബെയിലെ സക്കീർ നായിക്കിന്റെയും ഒക്കെ വീഡിയോ കാണിച്ച് അവരുടെ പരിപാടികൾ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ കുട്ടിയെ മാറ്റിയത്. അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഭാർഗവറാം അതൊക്കെ കണ്ടാൽ എനിക്ക് നാളെ ഇസ്ലാമാണെന്ന് ആകണമെന്ന് തോന്നിയാൽ അത് തെറ്റാണോ? അങ്ങനെയല്ലെന്ന്, ഇത് കാണുന്നതുകൊണ്ട് മാത്രം ഇത് കാണുന്നത് തെറ്റാണോ? ഇത് കാണുന്നത് തെറ്റാണെന്ന് ആരും പറഞ്ഞില്ല. ഇങ്ങനെ ആകർഷണം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇത് ഒരു സുപ്രഭാതത്തിൽ നടത്തുന്ന ഒരു കാര്യമല്ല. സമ്മതിച്ചു. എന്താണ് അടുത്ത ഘട്ടം? അടുത്ത ഘട്ടം അവരുടേതായിട്ടുള്ള സങ്കേതങ്ങളിൽ അവരുടേതായിട്ടുള്ള സങ്കേതങ്ങളിൽ വെച്ചുള്ള മാനസികമായിട്ടുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ തന്നെ അനധികൃതമായിട്ടും അധികൃതമായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സങ്കേതങ്ങളുണ്ട്. നിങ്ങൾ തർബിയത്ത് ഇസ്ലാമിനെ കുറിച്ച്, തർബിയത്ത് ഇസ്ലാം എന്ന് പറയുന്ന സംഘടനാ സംവിധാനമുണ്ട്. സത്യസരണിയിൽ ഇവർ പറയുന്ന മതപഠനമാണ് നടക്കുന്നതെന്നാണ്. ഇനി സത്യസരണിയിൽ സത്യസരണിയിൽ ചെന്ന് ഹാദിയ നിരവധി കേന്ദ്രങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. നിരവധി അല്ല, ഈ 2 കേന്ദ്രങ്ങൾ സത്യസരണിയിലേക്ക് അവർ വിളിച്ചുകൊണ്ട് പോയതല്ല, സത്യസരണിയിലേക്ക് സ്വമേധയാ ഇല്ല. ഇതിൽ നിങ്ങളൊക്കെ പ്രമാണമാക്കി എടുത്തിരിക്കുന്നത് അഖിലയുടെ തന്നെ മൊഴികളാണ്. ഈ അഖിലയുടെ മൊഴി നോക്കുക. അഖിലയ്ക്ക് സ്വന്തം പേരിന്റെ വിഷയത്തിൽ അഖില മൊഴി കൊടുത്ത എങ്ങനെയാണ്? ഹൗസ് സർജൻസി ഇല്ലാത്ത കുട്ടി ഹൗസ് സർജൻസി ചെയ്യാണ് മൊഴി കൊടുത്ത. അപ്പോൾ അഖിലയുടെ വാദഗതികൾ ആരെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതിതീവ്രതയോട് കൂടിയിട്ടുള്ള നിലപാടാണ്. ഇനി രണ്ടാമത്തെ കാര്യം, PFIക്ക് പോപ്പുലർ ഫ്രണ്ടിനോ അല്ലെങ്കിൽ NDFനോ ഇതിൽ ബന്ധമില്ലെന്നാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ റിക്രൂട്ട്മെന്റുകളിലും ഇവർക്ക് തന്നെയാണ് മേജർ പങ്കാളിത്തം ഉള്ളത്. ഇനി അതിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഈ കുട്ടിയെ സത്യസരണിയിൽ എത്തിക്കാനും പിന്നീട് സംരക്ഷണയിൽ ഏൽപ്പിക്കാനും ഒക്കെ ചുമതല സൈനബ. ഈ സൈനബ എന്ന് പറയുന്ന ലേഡിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഷെഫിൻ ജഹാനെതിരെയുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത കേരള പോലീസാ. അതിലുണ്ടായിരുന്ന ചില സംശയങ്ങളാണ് ഞാൻ ചോദിച്ചത്. അതിലേക്ക് കൃത്യമായി താങ്കൾ എത്തിയതുമില്ല. നൂറുൽ, ഈ രീതിയിലാണ് ആ പോക്ക്. ഹാദിയുടെ കേസിലാണ് ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചത്. അതടക്കം നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ഈ നിലപാടിനുള്ള കൊടുക്കേണ്ട മറുപടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ്?
അല്ല, ഇതില് മറുപടി പറയേണ്ട ഒരു സംഗതി അദ്ദേഹം ഉന്നയിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓരോന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നു. പറയുന്നതെല്ലാം വിഡിത്തങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ സഹകരിച്ചുകൊണ്ട് ഒരു മേഖലയിൽ ഇവിടെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. ഒന്ന്, പ്രോഫ്കോൺ എന്നൊരു പ്രോഗ്രാമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് ജമാഅത്തെ ഇസ്ലാമിയുടേതല്ല, അത് മുജാഹിദിന്റെ വിദ്യാർത്ഥി വിഭാഗം നടത്തുന്ന പരിപാടിയാണ്. ആ പരിപാടി പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന പ്രോഗ്രാമാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതെല്ലാം വസ്തുതാവിരുദ്ധമായ കെട്ടുകഥകളാണ്. അദ്ദേഹം എഴുതി ഉണ്ടാക്കി എടുക്കുന്ന കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ എങ്ങനെയാണ്, എന്തടിസ്ഥാനത്തിലാണ് മറുപടി പറയുന്നത്? പക്ഷെ അതിന്റെ ഒരു മറുവശം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം ഒരു പ്രോപ്പഗണ്ടയിലൂടെ ഇവിടെ എന്താണ് ഇവർ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ മുജാഹിദിനെയും ഒക്കെ ഇതിലേക്ക് പിടിച്ചു വലിച്ചത് വഴി ഇവരുടെ അജണ്ട വളരെ വ്യക്തമാണ്. പോപ്പുലർ ഫണ്ടോ ഇസ്ലാമിലേക്ക് ആരെങ്കിലും കൺവേർഷൻ നടത്തുന്ന ഒന്നും അല്ല ഇവരുടെ പ്രശ്നം. അവിടെ നേരത്തെ പറഞ്ഞ പൊന്നാനിയിലെ മൗനത്തുൽ ഇസ്ലാം സഭ, കോഴിക്കോട്ടെ തെർബിയത്തുൽ ഇസ്ലാം സഭ, ഇത് അനധികൃതമാണെന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ഇത് ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ളതാണ് ഒന്ന്. മറ്റൊന്ന് 932 കോഴിക്കോട്ടെ തുടങ്ങുന്നത്. എത്ര മോശമായി സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞതിനൊക്കെ ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. ഞാൻ പറയട്ടെ. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ നാവിലല്ല, നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറയേണ്ടതുണ്ട് എനിക്ക്. നിങ്ങൾ അവിടെ ഇരിക്കുക, ഞാൻ പറയട്ടെ. അപ്പോ ഇവിടെ 2 സെന്ററുകളിൽ അധികൃതമായിട്ട് നടക്കുന്ന മതപരിവർത്തനങ്ങൾക്ക് ഔദ്യോഗിക അംഗീകാരം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഇത് രണ്ടും. പക്ഷെ ഇവരെല്ലാം ഇതിലേക്ക് പിടിച്ചു വലിക്കുന്നത് വഴി എന്താണ് സംഭവിക്കുന്നത്? മുസ്ലിം സമൂഹത്തെയാണ് ഇവർ വേട്ടയാടാൻ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇസ്ലാമാണ് അവരുടെ ലക്ഷ്യം, ഇസ്ലാമാണ്. അല്ലാതെ മറ്റു പല പേരുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. പോപ്പുലർ ഫണ്ടിന്റെയോ മറ്റെന്തിന്റെയോ പേരിൽ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും കുറിച്ച് വൻതോതിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് വഴി വലിയ 2 സമൂഹങ്ങൾ തമ്മിൽ ഇവിടെ ശത്രുത വളരാൻ പോകുന്നു. ഈ ശത്രുതയ്ക്ക് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ സമാനമായ രീതിയിൽ തിരിച്ചു പറയുന്നുണ്ടോ? ഇവിടുന്ന് മുസ്ലിങ്ങളിൽ നിന്ന് എത്രയോ കുട്ടികൾ പ്രണയത്തിൽ അകപ്പെട്ടിട്ട് ഹിന്ദു മതത്തിലേക്ക് പോകുന്നുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടിയുടെ പിന്നാലെ ഞങ്ങൾ പോയോ? ഒരു ഗർഭാപ്പസി കേന്ദ്രം അതുപോലെ ഞങ്ങൾ നടത്തിയോ? പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഈ കുട്ടികളെ ഞങ്ങൾക്ക് കിഡ്നാപ്പിംഗ് നടത്താലോ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഉദാഹരണം പറയാൻ പറ്റുമോ? ആലുവയിലെ യോഗ സെന്റർ പോലൊന്നില്ല എന്നാണോ അമീൻ പറഞ്ഞു വരുന്നത്? നൂറുൽ അമീൻ പറഞ്ഞു വരുന്നത് ഈ ആലുവയിലെ പോലൊരു യോഗ സെന്റർ പോലൊരു കേന്ദ്രം തീർച്ചയായിട്ടും ആലുവയിലെ തൃപ്പൂണിത്തറയിലെ സെന്റർ, അവിടെ എന്താണ് സൈക്കോളജിക്കൽ കിഡ്നാപ്പിംഗ് എന്ന് ഇവർ പേര് പറയുന്നുണ്ടെങ്കിൽ സമാനമായ എന്തോ ഒരു പ്രവൃത്തി ഇവർക്ക് പരിചയമുണ്ട് എന്നാണ് അതിനർത്ഥം. പോരാത്തതിന് അവിടെ നിന്ന് പുറത്തു വന്ന പെൺകുട്ടികള് അവർ പറഞ്ഞത് ലൈംഗിക പീഡനം ഉൾപ്പെടെ മനോജ് നടത്തുന്നു എന്നാണ്. അതുപോലുള്ള ഒരു പരാതിയെങ്കിലും ഞങ്ങളുടെ സംഘടനയെ കുറിച്ചോ ഞങ്ങളുടെ സത്യസരണിയെ കുറിച്ച് യോഗ സെന്ററിനെതിരെ ക്രിമിനൽ കേസുകളുണ്ട്, ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. അവിടെ ഈ കുട്ടികളൊക്കെ പോയ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. അല്ല ശരി, ഞാൻ ഇതിലെ ഏതെങ്കിലും അന്വേഷണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അന്വേഷണം നടത്തേണ്ടവർ നടത്തട്ടെ, പക്ഷേ ഇതിനൊക്കെ പിന്തുണയ്ക്കുന്നവർക്ക് അതേക്കുറിച്ച് പറയാൻ അവകാശമുണ്ട്. ഒരുപക്ഷേ പക്ഷേ ആ സെന്ററിനെ ഒന്നും തള്ളി പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, ഈ സെന്ററിൽ പ്രവർത്തിക്കുന്നതൊന്നും ഈ പറഞ്ഞ നിലയിലല്ല എന്നും ഇതൊന്നും അംഗീകരിക്കില്ല നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അല്ല, ഈ വിഷയത്തിൽ തള്ളി പറയണമെങ്കിൽ ഞങ്ങൾക്ക് മതിയായിട്ടുള്ള എവിഡൻസ് വേണം. ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ല. ആ യോഗ സെന്ററിന്റെ കാര്യത്തിൽ ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. ഇതുവരെയും ആ വിഷയത്തിൽ ഇവര് മീഡിയ വണ്ണും മാധ്യമവും കൂടി ഇരുന്നിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്ന ഒരു അജണ്ട എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആയിക്കോട്ടെ, ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. ഒരു കുട്ടി അതിനർത്ഥം അതിനെ നിങ്ങൾ വിശ്വസിക്കുന്നതാണ്. ആ യോഗ സെന്ററിനെ നിങ്ങൾ ഇപ്പോൾ സത്യസരണിയെ എതിർക്കുന്ന നിങ്ങൾ വാദത്തിന് വേണ്ടിയെങ്കിലും ആ യോഗ സെന്ററിനെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെയുള്ള പോലീസ് സംവിധാനത്തിൽ വിശ്വാസമുണ്ട്. അവർ അന്വേഷിച്ച് ഇതിന്റെ മേലെ തീരുമാനം എടുക്കട്ടെ. ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും ഈ രൂപത്തിൽ സുന്ദര പദങ്ങൾ പറയും. അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്, നീതിന്യായ വ്യവസ്ഥ, പക്ഷെ ചെയ്യുന്നത് മറ്റു പലതുമാണ്. ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വരാം, ശ്രീ നസറുദ്ദീനിലേക്ക് വരാം. ഞങ്ങളുടെ പ്രതിനിധി സതീഷ് കുമാർ വീണ്ടും ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. സതീഷ്, 3 മണി സുപ്രീം കോടതിയിൽ എന്ത്? ശരത്ത് ഏതാണ്ട് 2:45 മുൻപ് 2:40 കൂടിയാണ് ആദ്യ ഇവിടെ എത്തിക്കുന്നത്. അവിടെ നിന്ന് ഗേറ്റിൽ നിന്ന് പ്രവേശിക്കുന്നതിനുള്ള പാസ് എടുത്ത് സുപ്രീം കോടതിയുടെ അകത്തേക്ക് 3 മണിക്കാണ് കൃത്യം സുപ്രീം കോടതിയുടെ കോടതി മുറിക്കുള്ളിൽ ഹാദിയ എത്തും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇപ്പോൾ അതിനുള്ള സമയമായിരിക്കും കോടതിക്കുള്ളിൽ ഹാദിയ എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി അറിയേണ്ടത്
ഇത് അടച്ചിട്ട മുറിയിൽ ആയിരിക്കും ഈ കേസ് കേൾക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വാർത്തയും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വാദത്തിന് അപ്പുറം 3 മണിക്ക് കൃത്യമായി ഒരുപക്ഷെ ആ വാദം നീളുകയാണെങ്കിൽ ഹാദിയ കോടതിയിലെത്തി കോടതി ഹാദിയയിൽ നിന്ന് സതീഷ് ഒരു കാര്യം, കോടതി 2 മണിക്ക് ആരംഭിച്ചു, ഈ കേസ് എടുക്കുകയും ചെയ്തു. ഇതുവരെ കോടതിയിൽ നിന്നും മറ്റു വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നാണോ? കൂടുതലായി വിവരങ്ങൾ വരുന്നില്ലെന്നാണോ? അടച്ചിട്ട മുറിയിലാണോ ഹാദിയ പറയുന്നത് കേൾക്കുക, അതോ തുറന്ന കോടതിയിലാണോ? അതിൽ കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചോ? അത്തരം പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോഴും കോടതിക്കുള്ളിൽ നിന്ന് വരുന്നില്ലെന്നാണോ? ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ സാധാരണ നിലയിൽ ആദ്യം ഇത് അടച്ചിട്ട മുറിയിൽ കേസ് കേൾക്കണം എന്നുള്ള ആവശ്യം ഹാദിയയുടെ അച്ഛൻ അശോകനും അതുപോലെ തന്നെ എന്നെയും ഉന്നയിക്കുന്ന ഒരു സമയത്ത് അതിൽ തീർപ്പ് കോടതി അത് തീർപ്പ് കൽപ്പിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ആ വാർത്ത ഇപ്പോൾ ഇതിനകം പുറത്തു വരണമായിരുന്നു. അതുകൊണ്ട് തന്നെ 3 മണി എന്നുള്ള ഒരു സമയം ഹാദിയയ്ക്ക് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ആദ്യത്തെ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം മാത്രമേ ഹാദിയയിൽ നിന്ന് മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് കോടതി പോകൂ എന്ന് തന്നെയാണ്. അതായത് ഒരുപക്ഷെ ഇന്നത്തെ കോടതി നടപടികൾ സാധാരണ നിലയിൽ 4 മണിക്ക് അവസാനിക്കേണ്ട കോടതി നടപടികൾ ഈ കേസിന്റെ സവിശേഷത ഹാദിയ ഒരു പ്രാവശ്യം സുപ്രീം കോടതിയിൽ ഹാജരാൻ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഇനി തുടർച്ചയായി ഹാദിയോട് ആവശ്യപ്പെടാനുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാകാം, സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് കോടതി നടപടികൾ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പോകുന്ന നീളുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി സതീഷ്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കോടതിയിൽ നിന്ന് വരേണ്ടിയിരിക്കുന്നു. അതിനർത്ഥം അടച്ചിട്ട മുറിയിൽ കേസിൽ തുടർ നടപടികൾ ഉണ്ടാവണം, ഹാദിയ പറയുന്നത് കേൾക്കണം എന്ന ഹർജി, അതിനെ പിന്തുണയ്ക്കുന്ന NIA-യുടെ നിലപാട്, ഇതിൽ കോടതി എന്ത് നടപടിയാണ് സ്വീകരിച്ചത്, എന്ത് തീരുമാനമാണ് എടുക്കുക എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും പുറത്തേക്ക് വന്നിട്ടില്ല. കോടതി ഹാദിയയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട 3 മണി സമയം ആയിട്ടുണ്ട്, 3 മണി കഴിഞ്ഞു. പക്ഷേ ഈ നിലയിലാണ് എങ്കിൽ സതീഷ് സൂചിപ്പിച്ചതുപോലെ ഹാദിയ ഹാജരാവുകയും നിലപാട് അറിയിക്കുന്നത് അല്പം വൈകിയേക്കാം. പക്ഷേ സുപ്രീം കോടതി ഇന്ന് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് എല്ലാ സാധ്യതയും. കാരണം ഇതാ നിലയ്ക്ക് ഹാദിയ തുടർന്നും ഹാജരാവുക എന്നത് അത്ര സുഖകരമായ, അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. വലിയ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യം, അതിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ട സാഹചര്യം, അടിയന്തരമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് കൂടി ഇത് മാറിയിട്ടുണ്ട്. ചർച്ചയിലേക്ക് ശ്രീ നസറുദ്ദീൻ, ഇക്കാര്യത്തിൽ ഈ ആക്ഷേപങ്ങൾ ഇപ്പോൾ മുസ്ലിം സമൂഹത്തെ ആകെ ഭയപ്പെടുന്നതിന് വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് എന്ന് നേരത്തെ ശ്രീ അമീൻ പറഞ്ഞൊരു സാഹചര്യമുണ്ട്, നൂറുൽ അമീൻ പറഞ്ഞൊരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടെ തന്നെയും ഈ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റ്, സിറിയയിലേക്കുള്ള പോക്ക്, ആടുമേക്കൽ, തീവ്രവാദ ഭീകരവാദ കേന്ദ്രങ്ങളുമായി സഹകരിക്കാൻ വേണ്ടി വളരെ ചെറിയ ഒരു വിഭാഗം, 1% കണക്കിൽ പോലും നമ്മൾക്ക് ഉന്നയിക്കാനാവില്ല. പക്ഷേ അതിനെ വളരെ ജാഗ്രതയോടുകൂടി മുസ്ലിം മതസംഘടനകൾ അതിശക്തമായി എതിർക്കേണ്ടുന്നതിൻ്റെ, പ്രതിരോധിക്കുന്നതിൻ്റെ ഒരു അനിവാര്യതയുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽ എവിടെയെങ്കിലും ഒരു ദൗർബല്യം ചിലരിലെങ്കിലും കാണുന്നുണ്ടോ? അത്തരം സംശയം മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടോ? വളരെ അപകടകരമായ ചില പ്രയോഗങ്ങൾ ഇവരുടെ ഇടയിൽ ചർച്ചയിൽ നിന്ന് വന്നതും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. 2 വലിയ പ്രധാനപ്പെട്ട മതവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നതയുടെ ആഴം വർദ്ധിക്കാവുന്ന നിലയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിന് ഒരു ഘട്ടത്തിലും യോജിക്കാനാവാത്ത വിധത്തിലേക്കുള്ള ഒരു പ്രശ്നമായി നിർഭാഗ്യവശാൽ ഈ വിഷയമടക്കം ചെന്നെത്തി നിൽക്കുകയാണ്. അപ്പോൾ യോജിച്ച പ്രതിരോധം എന്നത് വിട്ടുവീഴ്ചയില്ലാത്ത ഒന്നായി മാറേണ്ടതാണോ? ഭീകരതയ്ക്കെതിരെ, ഇത്തരം മതമൗലികവാദത്തിനെതിരെ അത് ആ ആർജവത്തോടെ പറയാത്തിടത്താണോ ഭാർഗവറാമൊക്കെ പറയുന്നത് പോലെ ഒരു കൈചൂണ്ടൽ ഇവരെ കൊണ്ടാവുന്നത്? ഇതെല്ലാം അതിനുവേണ്ടിയാണ് എന്ന ആക്ഷേപം ഒരു സ്വന്തം നിലപാട് പോലും ആ നിലയിലേക്കാണെങ്കിൽ ചിത്രീകരിക്കാനാവുന്നു, വിരൽ ചൂണ്ടാനാവുന്നു. ഒരു ഇടപെടൽ, പ്രതിരോധം സംശയങ്ങളില്ലാത്ത വിധം വേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും അതിലൊരു സംശയവുമില്ല. ഏതൊരു സമുദായം എടുത്താലും ആ സമുദായത്തിനകത്ത് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, ജൈവികമായിട്ട് എപ്പോഴും പരിഷ്കരിക്കേണ്ട ആവശ്യകതകളുണ്ടാവും. അതൊക്കെ എല്ലാ സമുദായത്തിലും എല്ലാ സമൂഹത്തിലും നിലനിൽക്കുന്നതാണ്. മുസ്ലിം സമുദായത്തിലും തീർച്ചയായിട്ടും ഉണ്ട്. താങ്കൾ തന്നെ പറഞ്ഞ മാതിരി ഒരാളോ അല്ലെങ്കിൽ 2 ആളെങ്കിലും ഐസിസിലോ അല്ലെങ്കിൽ അതുപോലുള്ള തീവ്ര ആശയങ്ങളിൽ ആകൃഷ്ടരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കണം, നടപടിയെടുക്കണം. നന്നേ ചുരുങ്ങിയത് കേരളീയ സാഹചര്യം വെച്ച് നോക്കുമ്പോഴെങ്കിലും ഐസിസിനെതിരെ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഘടനകൾക്കെതിരെ പൊതുവെ എല്ലാ മുസ്ലിം സംഘടനകളും ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. എന്നാലും മതമൗലികവാദ ആശയങ്ങളിൽ ആരെങ്കിലും ആകൃഷ്ടരാവുന്നുണ്ടോ, തീവ്ര വഹാബിസ്റ്റ് ആശയങ്ങളിൽ പോകുന്നുണ്ടോ എന്നതൊക്കെ നിരന്തരം പരിശോധിക്കുകയും
അത് ആവശ്യമെങ്കിൽ തിരുത്തുകയും വേണ്ടതുണ്ട്. ഇന്ന് വരെ കിട്ടിയ കണക്കുകളോ അല്ലെങ്കിൽ കോടതിയിൽ സ്ഥാപിക്കപ്പെട്ട വിവരങ്ങളോ വെച്ച് വലിയ തോതിൽ പോയിട്ട് ചെറിയ രൂപത്തിൽ പോലും അങ്ങനെ ഉള്ളതായിട്ട് താങ്കൾ പറഞ്ഞ മാതിരി തന്നെ വളരെ നിസ്സാരമായ നമ്പറുകളിലേ ഉണ്ടെങ്കിലുള്ളൂ. അതേസമയം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ സിറിയയിൽ പോയി എന്നുള്ളത് പറയുന്നു. ഇവിടെ അയോധ്യയിലേക്ക് 100 കണക്കിന് ആൾക്കാർ ഇവിടെ നിന്നും പരിശീലനം നേടി നേരത്തെ പ്രഖ്യാപിച്ചു പോയിരുന്നു. അവരെക്കുറിച്ച് ചർച്ച ഉണ്ടായോ? അവർ അവിടെ നടത്തിയത് തീവ്രവാദ പ്രവർത്തനമല്ല. അവിടെ പോയിട്ട് അവർ പള്ളി പൊളിച്ചില്ലേ, ഒരു പള്ളി. അപ്പം അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാവാതെ ഒരു വിഭാഗത്തിന് മാത്രം അല്ലെങ്കിൽ ഒരു സമുദായത്തിനകത്ത് മാത്രം നടക്കുന്ന തീവ്ര ആശയങ്ങളോടുള്ള എന്തെങ്കിലും ആഭിമുഖ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടെങ്കിൽ അത് നേരിടണം. കാരണം കേരളത്തിൽ നിന്നടക്കം പോയ കർസേവകരുടെ ബാബറി പള്ളി പൊളിച്ചതിനോട് ആഭിമുഖ്യം അതേപടി പ്രകടിപ്പിച്ച ഒരു നാടാണ് കേരളം എന്ന് നസറുദ്ദീൻ ഒരു തോന്നലുണ്ടോ? അതിനെ സർവാത്മന സ്വാഗതം ചെയ്ത നാടാണോ കേരളം? അതാത് കാലത്തുള്ള നിശ്ചിത വിമർശനത്തിന്റെ സ്വഭാവം സ്വീകരിച്ച ഒരു സമൂഹമല്ലേ കേരളത്തിൽ? ഇപ്പോഴടക്കം ദേശീയ രാഷ്ട്രീയത്തിലടക്കം ഒരു ബദലിന്റെ രൂപമായി എന്തുകൊണ്ട് കേരളം നിലനിൽക്കുന്നു? നമ്മുടെ ചർച്ചയുടെ ഭാഗമല്ലെങ്കിലും കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. വർഗീയത എന്ന് പറയുന്നത് ഏതു ഭാഗത്തായാലും, അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഒരുപോലെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രമായിട്ട് ഇത് ചുരുങ്ങിപ്പോവാതെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള തീവ്ര ആശയങ്ങളെ അല്ലെങ്കിൽ മതമൗലികവാദത്തോടോ മറ്റ് തീവ്ര ആശയങ്ങളോടോ ഉണ്ടാവുന്ന ആഭിമുഖ്യങ്ങൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ നേരിടണം. ആ രീതിയിൽ തന്നെയാണ് ഇതിനെ നേരിടേണ്ടത്. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഇപ്പോഴത്തെ ആഗോള തലത്തിൽ തന്നെയുള്ള ഒരു വലിയ ഭീകരത, അതിന്റെ ആഴത്തെയും വേരിനെയും അറക്കാൻ കുറേയേറെ കഴിയുന്നുണ്ട്. IS കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ തന്നെ വന്നൊരു ശബ്ദ സംപ്രേഷണം, ഒരു ഓഡിയോ ക്ലിപ്പ് വാട്സപ്പിലും മറ്റും പ്രചരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം DGP ഇന്നലെയാണ് പറഞ്ഞത് അതിൻ്റെ ആധികാരികതയും അല്ലെങ്കിൽ അതേക്കുറിച്ച് ഗൗരവമായി പരിശോധിക്കും. കാരണം ഏതൊക്കെ നിലയിലാണ് ഇത്തരത്തിലുള്ള IS പ്രവർത്തനങ്ങളെ, ജിഹാദി മൂവ്മെന്റുകളെ സംരക്ഷിക്കേണ്ടത്, പിന്തുണയ്ക്കേണ്ടത് എന്ന നിലയിൽ പ്രചരിപ്പിക്കുകയാണ്. ഞാൻ അതാണ് പറഞ്ഞത്, വലിയ പ്രതിരോധം ആവശ്യപ്പെടുന്ന കാലത്താണ് ജീവിതം. തീർച്ചയായിട്ടും ആഗോള സാഹചര്യത്തിൽ മുസ്ലിം തീവ്രവാദം എന്നതൊരു യാഥാർത്ഥ്യമാണ്, അതിനെ നേരിടേണ്ടത് അനിവാര്യവുമാണ്. അതേസമയം ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിം തീവ്രവാദം അത്ര ഭീകരമായിട്ടില്ല. ഇവിടെ ഉള്ളത് ഹിന്ദുത്വ ഭീകരവാദമാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ നമ്മൾ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതും അതാണ്. ഇതിനർത്ഥം മറ്റത് അവഗണിക്കണമെന്നല്ല, മറ്റത് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതുണ്ട്. മുസ്ലിം സംഘടനകളും മുസ്ലിം സമുദായത്തിലെ ഓരോ അംഗവും പ്രത്യേകിച്ചും അതിനെതിരിൽ ജാഗരൂകരായിരിക്കണം, ജാഗ്രത പാലിക്കുകയും വേണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയത്തിലേക്ക് കൂടി വരികയാണ്. നേരത്തെ ശരത്ത് ചോദിച്ചല്ലോ, ഈ അപസർപ്പക കഥകൾ അല്ലെങ്കിൽ കെട്ടുകഥകളാണോ ലവ് ജിഹാദിനെ കുറിച്ച് എന്നൊക്കെ. ഇപ്പൊ തന്നെ ഈ ഹാദിയ വിഷയം തന്നെ എടുത്തു നോക്കി. ഹാദിയ വിഷയത്തിൽ ഇദ്ദേഹം പറയുന്നു അത് ഈ ലവ് ജിഹാദ് അല്ല, മറ്റു ചിലതാണ്, സൈക്കോളജിക്കൽ കിഡ്നാപ്പിങ്ങോ റിക്രൂട്ട്മെന്റോ എന്താ അറിയില്ല. അദ്ദേഹം പുതിയതായിട്ട് കുറെ ടെർമിനോളജി ആവിഷ്കരിക്കുന്നുണ്ട്, അതിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതിനു മുമ്പ് ദേശീയ മാധ്യമങ്ങളിലടക്കം ഹാദിയ വിഷയത്തിൽ നിരന്തരം ചർച്ച നടന്നിരുന്നു. അന്ന് മാധ്യമങ്ങൾ അടക്കം ഉപയോഗിച്ച ഡൽഹിയിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ വന്നു തുടങ്ങുന്നു. ഹാദിയ കോടതിയിൽ ഹാജരായി എന്നാണ് മനസ്സിലാക്കുന്നത്. സതീഷ് കുമാർ ചേരുന്നു. നസറുദ്ദീനിലേക്ക് മടങ്ങി വരാം. സതീഷ്, എന്താണ് പുതിയ വിവരം, സാഹചര്യം? ഹാദിയ കോടതിയിൽ എത്തിയോ, ഹാജരായോ? ശരത്ത്, ഏറ്റവും പുതിയ വാർത്ത ഹാദിയ കോടതി മുറിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഹാദിയ കൃത്യം 3 മണിക്ക് തന്നെ കോടതി മുറിക്കുള്ളിൽ എത്തിയിരിക്കുന്നു. 3 മണിക്ക് ഹാജരാകണം എന്നായിരുന്നു സുപ്രീം കോടതി ഹാദിയോട് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അടക്കമുള്ള 3-അംഗ ബെഞ്ച് ആവശ്യപ്പെട്ടിരുന്നത്. അതനുസരിച്ച് കൃത്യമായി 3 മണിക്ക് മുൻപ് തന്നെ ഏതാണ്ട് 2:40 തന്നെ സുപ്രീം കോടതി പരിസരത്തെത്തി അവിടെ നിന്ന് പാസ് എടുക്കുകയും പിന്നീട് 3 മണിക്ക് സുപ്രീം കോടതിയിൽ ഹാദിയ ഹാജരായിരിക്കുന്നു. അല്പസമയത്തിനകം ഹാദിയയിൽ നിന്ന് മൊഴിയെടുക്കുന്ന അല്ലെങ്കിൽ ഹാദിയയുടെ ഭാഗം കേൾക്കുന്ന നടപടികളിലേക്ക് കോടതി കടക്കും എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തായിരിക്കും ഹാദിയ ഇന്ന് കോടതിക്ക് മുന്നിൽ പറയാൻ പോകുന്നത്? കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് കയറുന്നതിന് മുൻപ് പറഞ്ഞതുപോലെ തനിക്ക് നീതി വേണം, അതുപോലെ തന്നെ ആരും മനഃപൂർവ്വം നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയതല്ല, അതുപോലെ തനിക്ക് ഭർത്താവ് ഷെയ്ൻ ജഹാനൊപ്പം പോകാനുള്ള അവസരം നൽകണം തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് ഹാദിയ ആവർത്തിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഈ കേസിൽ തന്നെ വലിയ വഴിത്തിരിവാകും. അതുതന്നെയാണ് ഇപ്പോൾ ഏവരും, അത് കേരളം മാത്രമല്ല ഒരുപക്ഷെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്, ഹാദിയ എന്ത് ഇപ്പോൾ കോടതിയിൽ പറയുന്നു എന്ന് തന്നെയാണ്. റൈറ്റ് സതീഷ്, കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് സതീഷിലേക്ക് മടങ്ങി വരാം. നൂറുൽ അമീൻ, താങ്കളുടെ ഉറച്ച വിശ്വാസം ഹാദിയ കോടതിക്ക് പുറത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആവർത്തിക്കും ഹാദിയ, അതിലൂടെ സ്വന്തം നിലപാട് ആവർത്തിച്ച് സ്വന്തം ജീവിതത്തെ സ്വയം അവകാശപ്പെടുത്തും, നിർണയിക്കും ഹാദിയ എന്ന് തന്നെ വിശ്വസിക്കുകയാണോ ഇപ്പോഴും?
ഹാദിയ എന്ത് നിലപാടെടുക്കും നമുക്കിപ്പോൾ പ്രവചിക്കാനൊന്നും കഴിയില്ല. ഹാദിയയുടെ നിലപാട് ഹാദിയ എന്തും തീരുമാനിച്ചോളട്ടെ, അത് ഹാദിയയ്ക്ക് വിട്ടുകൊടുക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അക്കാര്യത്തിൽ ഹാദിയ എന്ത് നിലപാടെടുക്കുന്നോ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. അതിൻ്റെ പിന്നാലെ ഹാദിയ മറിച്ചൊരു നിലപാടെടുക്കുകയാണെങ്കിൽ ഒരു നിമിഷം അതിനെതിരായിട്ടുള്ള ഒരു സംഗതി, ഒരു പ്രസ്താവന പോലും ഞങ്ങൾ എടുക്കാനും പോകുന്നില്ല. പക്ഷേ ഇവിടെ വിഷയം ഹാദിയ എന്തായിരുന്നു കഴിഞ്ഞ 6 മാസം പറഞ്ഞുകൊണ്ടിരുന്നത്, അതെന്തേ ആരും കേൾക്കാതിരുന്നത്? ഹാദിയ പറയാതെ പറഞ്ഞ മൗനമായി നിലവിളിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്തേ ആരും കേൾക്കാതിരുന്നത്? നേരത്തെ ഈ ഒരു ഗതികേടിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ കേരള ഗവൺമെന്റിനെയും അതുപോലെ വനിതാ കമ്മീഷനെയും കേരളത്തിലെ പ്രധാനപ്പെട്ട മനുഷ്യാവകാശ സംഘടനകളെയും പ്രവർത്തകരെയും മനുഷ്യാവകാശ കമ്മീഷനെയും കേരളത്തിൽ ഒരുവിധം മാധ്യമ പ്രവർത്തകരെ മുഴുവനായിട്ടും വായടപ്പിക്കുവാൻ ഈ അശോകൻ എങ്ങനെ സാധിച്ചു? അവരെ ഒന്നും ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അതെങ്ങനെ തടയാൻ അവർക്ക് സാധിച്ചു? ഇതാണ് കേരളത്തിലെ ഏതൊരു വീട്ടിലേക്കും കയറാൻ കേരളത്തിലെ ഭരണഘടനാ സ്വാതന്ത്ര്യമുള്ള അനുവാദമുള്ള നിയമപരമായ അനുവാദമുള്ള ഏജൻസികൾ എങ്ങനെ നിശ്ചലമായി എന്നതിവിടെ അന്വേഷിക്കേണ്ടതും തിരുത്തപ്പെടേണ്ടതുമാണ്. നിങ്ങൾ പറയുന്ന കേരളം അത്ര വലിയ മതേതരമാണെങ്കിൽ അതൊക്കെ തിരുത്തിയില്ലെങ്കിൽ അതിലൊക്കെ മാപ്പ് പറയുകയും ആ കുറ്റം ഏറ്റുപറയുകയും ആ കുട്ടി കഴിഞ്ഞ 6 മാസം ഒരു കൊലകുറ്റം ചെയ്ത ഒരു വ്യക്തി പോലും അനുഭവിക്കാത്ത തീവ്ര വേദനകൾ അനുഭവിക്കേണ്ടി വന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ആരാണ് മറുപടി പറയേണ്ടത്? അത് പോപ്പുലർ ഫണ്ടായിരുന്നോ ചെയ്യേണ്ടത്? അതല്ലെങ്കിൽ മുസ്ലിം സമുദായമായിരുന്നോ ചെയ്യേണ്ടത്? എന്റെ ഒരു വിഷയം അതാണ്. രണ്ടാമത്തെ ഒരു വിഷയം, ശരത്, ഇവിടെ നിങ്ങൾ പറഞ്ഞു ഭീകരവാദത്തെക്കുറിച്ച് മുസ്ലിം സംഘടനകൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതെന്ന്. എല്ലാ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മതസംഘടനകളും പോപ്പുലർ ഫണ്ട് പോലുള്ള സംഘടനകളും എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും എതിരായിട്ട് വിദ്യാഭ്യാസം നൽകുന്നു, ജാഗ്രത പുലർത്തുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ തിരിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ, RSSനെതിരായിട്ട് ഹിന്ദു സംഘടനകൾ ഇതുപോലെ രംഗത്ത് വരുന്നുണ്ടോ? RSSന്റെ ഭീകര പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറാകുന്നുണ്ടോ? RSS, ഞാൻ ഈ ഭാർഗവറാമിനോട് ഒരു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, അതേ ഇപ്പം മറുപടി പറയണ്ട, എന്റെ ഊഴം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഇയാള് നമ്മുടെ ഗോഡ്സെ ഉണ്ടല്ലോ, അദ്ദേഹമാണോ നിങ്ങൾക്ക് രാജ്യദ്രോഹി? അതല്ലെങ്കിൽ മഹാത്മാഗാന്ധിയാണോ രാജ്യദ്രോഹി? ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇത്തരം വിഷയങ്ങളിൽ കപടമായ നിലപാടുകൾ സ്വീകരിച്ച് ദേശീയത എന്ന പേരിൽ ബലാത്സംഗം ഉൾപ്പെടെ കലാപങ്ങളിലൂടെ സ്ത്രീകളെ ഉൾപ്പെടെ വേട്ടയാടുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിൽ ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല? ഇവിടെ ഏറ്റവും അധികം ഭീകരവൽക്കരിക്കപ്പെടുന്ന കുറെ സംഘടനകളുടെ പേരുകൾ മാധ്യമങ്ങൾ നേരത്തെ ഒരുപാട് പ്രചരിപ്പിച്ചിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു കൊലപാതകം ഇന്ത്യയിൽ നടന്നാൽ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ മാസങ്ങൾ നീണ്ട അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷം പോലും ചിലപ്പോൾ കൃത്യമായ കുറ്റവാളികളിലേക്ക് എത്താൻ കഴിയാത്ത അന്വേഷണ ഏജൻസികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതേസമയം ഇവിടെ ഒരു സ്ഫോടനം നടന്നാൽ അതിന്റെ ആ സ്ഫോടന വാർത്തയോടൊപ്പം തന്നെ അത് പാകിസ്ഥാനിലെ ഇന്ന കേന്ദ്രത്തിലെ ഇന്ന സംഘടന, ഇന്ന ഗ്രാമത്തിൽ, ഇന്ന പേര്, ഇന്ന മാതാപിതാക്കൾ, ID കാർഡ്, 25 തോക്ക്, 50 കിലോ RDX എന്നൊക്കെ പറഞ്ഞിട്ട് പത്രങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ടുകൾ എപ്പോഴാണ് അവസാനിച്ചത്? കർക്കരെ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ RSS ആണ് എന്ന യാഥാർത്ഥ്യം കണ്ടെത്തിയപ്പോൾ ആ സ്ഫോടനങ്ങൾ അവസാനിച്ചു. മറുപടി പറയട്ടെ. പക്ഷേ നൂർലമീൻ, ഒരു കാര്യം, വളരെ ലളിതമായ ഒരു കാര്യം, ഞാൻ ഭാർഗവറാമിലേക്ക് വരാം. നൂർലമീൻ പറഞ്ഞ ഒരു പരാമർശം, നിങ്ങൾ പറഞ്ഞ പോലെ കേരളം മതേതരം എന്നല്ല, നമ്മൾ കാണുന്ന നമ്മുടെ കേരളം മതേതരമായി തന്നെ തുടരണം. പിശകുകൾ ഉണ്ടാകും, പോരായ്മകളും പിഴവുകളും വീഴ്ചകളും ഉണ്ടാകും. അത് തിരുത്തി നമ്മൾക്കാണ് ഈ മതേതര കേരളത്തെ നിലനിർത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം. അതൊന്ന്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വിഷയം, ഈ വർഗീയതയെ ഒരുപോലെ എതിർക്കപ്പെടണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് സംഘപരിവാർ വർഗീയതയായാലും RSS വർഗീയതയായാലും അതുപോലെ തന്നെ മുസ്ലിം മതമൗലികവാദമായാലും ഒരുപോലെ വിമർശിക്കപ്പെടുകയും എതിർക്കുകയും ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞ ഒരു ഇതിനിടയിലാണ് കേരളത്തിൽ ഒരു കൈവെട്ട് കേസ് ഉണ്ടായത്. മറന്നുകൂടാ നമ്മൾ. മനസ്സിലാവുന്നില്ലേ? ഇതേ കേരളത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ അതും അരങ്ങേറിയത്. കൈവെട്ട് കേസ് ചർച്ച ചെയ്തതുപോലെ ചർച്ച ചെയ്യുന്നുണ്ടോ കൊടിഞ്ഞി ഫൈസലിന്റേത്? അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടോ? അത് മരണമാണ്. അതങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടോ? ഞാൻ അതാ ചോദിക്കുന്നത്. കേരളം മതേതരമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടല്ലോ. അവിടെ കൊടിഞ്ഞി ഫൈസൽ എന്ത് തെറ്റ് ചെയ്തു? എന്തിന്റെ പേരിലായിരുന്നു കൊടിഞ്ഞി ഫൈസലിനെ കൊന്നത്? റിയാസ് മൗലവി പള്ളിയിൽ കയറി, അതുപോലെ ഒരു ക്ഷേത്രത്തിൽ കയറി ഒരു ആക്രമണം ഇപ്പുറത്തുനിന്നായിരുന്നെങ്കിൽ എന്തായിരുന്നു കേരളത്തിന്റെ പുകിലൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞാൻ നേരത്തെ പക്ഷേ കൈവെട്ട് കേസിനെ വ്യത്യസ്തമാക്കുന്നത് മതവികാരത്തിന്റെ പേരിലുള്ള പ്രതികാരം തീർക്കൽ ആ രൂപത്തിലും ഭീതിതമായി ഉണ്ടാകുമെന്നൊരു സന്ദേഹമാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വൈരങ്ങൾ തീർക്കലൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാ തരത്തിലും
കൊലപാതകങ്ങൾ നിഷ്ഠൂരവും അപലപനീയവുമാണ്, സംശയമൊന്നുമില്ല. പക്ഷെ കൈവെട്ട് കേസിന്റെ ആക്രമണത്തിന് പിന്നിലെ രാഷ്ട്രീയ സന്ദേശമുണ്ടല്ലോ, അത് വളരെ ഗൗരവതരമാണ്. പറയുകയും റൈറ്റ്, അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ശ്രീ ഭാർഗവറാം, ആ സന്ദേശം ഉൾക്കൊണ്ട് ഞങ്ങൾ അത് തിരുത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ അതിന് മുന്നെയോ അതിനുശേഷമോ തീർച്ചയായും അതിലടങ്ങിയിരുന്ന പ്രവർത്തകരെയും കേരളം കണ്ടതാണല്ലോ, അവരുടെ സജീവമായ സാന്നിധ്യവും കേരളം കണ്ടതാണല്ലോ. ഇവിടെ ഭാർഗവറാം, അദ്ദേഹം പറഞ്ഞ പോലൊരു പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളാണ്. ഇപ്പോൾ ഗോഡ്സെയും ഗാന്ധിയെ കുറിച്ചാണ് സമാധാനപരമായി എന്താണ് നിങ്ങളുടെ നിലപാടെന്നും തുറന്നു പറയുമോ എന്ന് അദ്ദേഹം ചോദിച്ചത്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വരാം, നൂറിൽ വരാം. പക്ഷെ ഈ കേസിലേക്ക് തിരിച്ചു വന്നാൽ വർഷങ്ങൾ നീണ്ട ചർച്ച നടക്കുകയാണ്, ഇപ്പോഴും ചർച്ച നടക്കുകയാണ്. അതെ, അത് തീരില്ലല്ലോ ആ ചർച്ച. ഭാർഗവറാം, ഹാദിയുടെ കാര്യത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. 6 മാസമായി ഒരു തടവാണ് അച്ഛൻ സൃഷ്ടിച്ചതെങ്കിൽ ഇനിയും ഹാദിയെ സംരക്ഷിക്കാൻ ആ അച്ഛൻ അവകാശമുണ്ടോ, കഴിയുമോ? തടവറ എന്നൊക്കെ പറയുന്നത് അവർ തന്നെ പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ നിങ്ങൾക്കൊപ്പം രാഹുൽ ഈശ്വർ തന്നെ പുറത്തു കൊണ്ടുവന്ന വീഡിയോയിൽ അത് വ്യക്തമല്ലേ? ഞാൻ ചോദിക്കട്ടെ ഈ തടവറ എന്നൊക്കെ പറയുന്ന കാര്യം ഇത് അച്ഛൻ ഉണ്ടാക്കി വെച്ചൊരു തടവറയൊന്നുമില്ല. ബഹുമാനപ്പെട്ട കോടതി അവിടേക്ക് കയറിയിരുന്നുള്ളൂ. ബഹുമാനപ്പെട്ട അങ്ങനെയാണ് കോടതിയുടെ ഉത്തരവ്. ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മറ്റാരും കാണിക്കേണ്ട എന്ന് തന്നെയാണ് കോടതിയുടെ ഉത്തരവ്. എന്താ വിസിറ്റിംഗ് സെന്ററെല്ലാം അദ്ദേഹം പറഞ്ഞില്ലേ. ഇനി രാഹുൽ ഈശ്വർ അവിടെ കടന്നു ചെന്ന കാര്യത്തെക്കുറിച്ചാണ് എങ്കിൽ രാഹുൽ ഈശ്വർ അവിടെ സ്വന്തക്കാരനായിട്ട് കടന്നുകൂടിയ രാഹുൽ ഈശ്വർ എപ്പോഴാണ് ആ സ്വന്തക്കാരനെ കുറിച്ച് ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് നസീർ, ഞാൻ മനസ്സിലാക്കുന്ന വേങ്ങരയിലെ ഇവരുടെ സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് നസീർ ഈ കേസിൽ സുപ്രീം കോടതിയിൽ ജഹാന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ കൂടിയാണ്. നസീർ പറഞ്ഞത് രാഹുൽ ഈശ്വർ ഹിന്ദു കൺവെർഷന്റെ ഭാഗമായ കൗൺസിലിംഗ് എന്ന നിലയിലാണ് അവിടേക്ക് ചെന്നത്. അവിടെ നിരന്തരം ചെന്നു. ഒടുവിൽ രാഹുൽ ഈശ്വറിന് മനംമാറ്റം ഉണ്ടായതല്ലാതെ ആ കുട്ടിക്ക് മനംമാറ്റം ഉണ്ടായില്ല. അവസാനം ഹാദിയുടെ നില ഗുരുതരമാണെന്ന് രാഹുൽ നാട്ടുകാരോട് സംസാരിച്ചു. നിങ്ങൾക്ക് രാഹുൽ ഈശ്വറിനെ കുറിച്ച് അറിഞ്ഞു, പക്ഷേ രാഹുൽ ഈശ്വറിനെ കുറിച്ചല്ല ചർച്ച എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ആരോപിച്ച ഒരു ആരോപണമുണ്ട്, നിങ്ങളുടെ സ്വന്തക്കാരനായിരിക്കുന്ന രാഹുൽ ഈശ്വരൻ. രാഹുൽ ഈശ്വർ ഇന്ന് വരെ ഒരു ഹിന്ദു സംഘടനയുടെ മെമ്പർ പോലുമല്ല. മെമ്പർ ആവേണ്ട കാര്യമൊന്നുമില്ല, ഒരു നിലപാട് പറയാൻ, ഒരു ആദർശം പറയാൻ, ഒരു കാഴ്ചപ്പാട് വിശദീകരിക്കാൻ സംഘടനയിലെ ഒരാളും ആവണ്ട. നിങ്ങളുടെ സ്വന്തക്കാരൻ എനിക്ക് തോന്നുന്നു എന്തോ വലതുപക്ഷ വാദിയായ ഹിന്ദുത്വവാദി എന്നോ മറ്റാണ് അതാ ഞാൻ പറഞ്ഞേ. അല്ല, അതൊക്കെ അദ്ദേഹം സ്വയം ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടേതായിട്ട് നിങ്ങൾ അക്കൗണ്ട് ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞാണ് അതങ്ങനെയല്ല. നിങ്ങളുടെ സംഘടനയുടെ ആളല്ല. പിന്നെ അല്ല, നിങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആശയപ്രചരണത്തിൽ സമാനതകളിൽ നിൽക്കുന്ന ആളുകളാണ്. ഒരിക്കലുമില്ല. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, അതിന്റെ ബെനിഫിറ്റും അദ്ദേഹത്തിനുണ്ട്. ആ കാര്യം വേറെ. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങ് ചോദിച്ച വിഷയം തടവറ സൃഷ്ടിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. എവിടെയാണ് തടവറ സൃഷ്ടിച്ചത്? ഈ രാഹുൽ ഈശ്വർ പുറത്തുവിട്ട വീഡിയോ പ്രകാരമാണെങ്കിൽ വീഡിയോ വന്നിട്ട് 2 ദിവസത്തിനകത്ത് ആ കുട്ടി കൊല്ലപ്പെടണം. കുട്ടി വളരെ സന്തോഷമായിട്ട് ഇപ്പോഴും പോകുക തന്നെ. കുട്ടി വിളിച്ചു പറഞ്ഞ കാര്യം ശരിയാണ്. കുട്ടി വിളിച്ചു പറഞ്ഞു, കോടതി കേൾക്കട്ടെ. ഞങ്ങൾ അന്നും പറഞ്ഞ കോടതി കേൾക്കട്ടെ എന്നാണ് ഞാനും പറഞ്ഞത്. ഇവിടെ മാത്രമല്ല, റിപ്പോർട്ടർ ചാനലിലും എല്ലാ ചാനലിലും ഞാൻ പറഞ്ഞത് കോടതി കുട്ടിയെ കേൾക്കട്ടെ. നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ആ മൊഴി വിശ്വസിക്കരുത്. അല്ല, ഭാർഗവറാം തന്നെ പറഞ്ഞു. നോക്കൂ, ഭാർഗവറാം തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞു, അവര് പറയട്ടെ. ഇപ്പോൾ ഒടുവിൽ പറയുന്നു അവർ പറയുന്നത് വിശ്വസനീയമല്ല, വിശ്വസിക്കരുത്. ഇരട്ടത്താപ്പാണ്. മൊഴി പറയുന്നതിൽ തന്നെ ത്യാജ്യഗ്രാഹ്യ വേദന ശേഷി എന്ന് പറയുന്ന കോടതി കാണിച്ചിട്ടുണ്ട്. അതെല്ലാവരും കാണിക്കും. അങ്ങ് പറയുന്ന എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് പറയുന്നതിൽ ഏതൊക്കെ ഗ്രഹിക്കണമെന്നും ഏതൊക്കെ ത്യജിക്കണമെന്നും ഓരോരാളുടെ അനുഭവത്തിന്റെയും അവരെ കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെയും കൽപ്പിതമായിട്ടുള്ള മൂല്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിയും തീരുമാനിക്കുന്നത്. പക്ഷേ കോടതി തീരുമാനിക്കുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? എഴുതി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? മാനസിക സ്ഥിരതയില്ല. എന്റെ വീട്ടിലെ രണ്ട് പേർ സമാനമായ നിലയിൽ ചികിത്സ നേടുന്നതാണെന്ന് പത്രം. അങ്ങനെയല്ല, ശരജ് സംസാരിക്കുമ്പോൾ വളരെ കൃത്യത ഈ വിഷയത്തിൽ വേണം. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് അല്ലെ PFI ഇടപെട്ടതുപോലെ ഒരു ഇടപെടൽ ഞങ്ങൾ ഇടപെട്ടിട്ടില്ല. പോപ്പുലർ ഫ്രണ്ട് ഈ കുട്ടിക്കായിട്ട് പോസ്റ്റർ ഒട്ടിക്കുന്നു. ഈ കുട്ടിക്ക് എന്നുള്ള പേരിൽ ആ കുട്ടിയുടെ പടം അല്ലല്ല, കുട്ടിക്കായിട്ട് പോസ്റ്റർ ഒട്ടിച്ച് കാശ് പിരിക്കുന്നു. എവിടെയാണ് ഹിന്ദു ഐക്യവേദിയോ ഹിന്ദു സംഘടനകളോ മറ്റാരെങ്കിലോ ഈ തരത്തിൽ ചെയ്തിട്ടില്ല. അല്ല, അവരങ്ങനെ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ കാര്യത്തിന് മറുപടി അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ കുട്ടി പറയുന്നത് വിശ്വസിക്കരുതെന്ന് പറയുന്നതിനോടൊപ്പം താങ്കൾ നിൽക്കാൻ പാടില്ല. അല്ലല്ല, ഇത് ഈ വിഷയത്തിലുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. അശോകന്റെ നാക്കിൽ കയറി ഇന്ന് സംസാരിക്കുന്നതിനോ എന്നയുടെ അഭിപ്രായം പക്ഷം ചേർന്ന് സംസാരിക്കുന്നോ ഞങ്ങളല്ല. ഹിന്ദു അപ്പോൾ ഇന്ന് കോടതിയിൽ പറയട്ടെ. വളരെ കൃത്യം ശ്രീ ഭാർഗവറാം, വളരെ തുറന്നാണ് താങ്കൾ സംസാരിക്കുന്നത്. ഇന്ന് 3 മണി കഴിഞ്ഞു. ഹാദിയ കോടതിയിൽ പറയട്ടെ. പറയട്ടെ. ശ്രീ നസറുദ്ദീൻ,
ഹാദിയയുടെ അച്ഛൻ ആ നിലപാടില്ല, NIAക്ക് ആ നിലപാടില്ല, അത് വിശ്വസിക്കരുത്. പക്ഷേ ശ്രീ ഭാർഗവ് റാം പറയുന്നുണ്ട് ഹാദിയ പറയട്ടെ കോടതി, എന്നിട്ട് കോടതി തീരുമാനിക്കട്ടെ. അല്ല, ഈ അദ്ദേഹത്തിൻ്റെ ഈ ചർച്ച തന്നെ ഇതിൻ്റെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കണം. അതായത് എത്രത്തോളമാണ് ഓരോ നിമിഷവും മാറി മറയുന്നത് എന്നുള്ളത് നിലപാടുകൾ. അത് തന്നെയായിരുന്നു ഈ വിഷയത്തിലുണ്ടായിരുന്നതും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത് കെട്ടുകഥകളിൽ നിന്ന്.